കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. അപ്പം ഇന്ന് കടന്നു വരുന്ന എല്ലാവരുടെയും ഹൃദയങ്ങളോട് അപ്പം കർത്താവെ അങ്ങ് ഇടപെടുമാറാകണേ കർത്താവെ. അപ്പം ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാക്കി അങ്ങ് മാറ്റുന്ന കൃപകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ ചേർച്ചിൻ്റെ ജീവിതത്തിൽ അപ്പം അങ്ങൊരു അനുഗ്രഹമാക്കി മാറ്റുന്ന കൃപകൾക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. പ്രാർത്ഥന യേശുപ്പ കേട്ടിരിക്കുക. സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, കുറച്ച് നാളുകളായിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ വായിച്ചുകൊണ്ടിരുന്ന ഒരു ഭാഗമാണ്. അതാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് അതിൻ്റെ വാക്കിങ്ങനെയാണ്: ഓപ്പൺ ദി ഐസ് ഓഫ് മൈ ഹാർട്ട്. എൻ്റെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ തുറക്കണേ. അപ്പോൾ ആക്ച്വലി ബൈബിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പലയിടങ്ങളിലും ഹൃദയത്തിൻ്റെ കണ്ണ് തുറന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ വാസ്റ്റ് ടോപ്പിക്കാണ്. നമ്മളെല്ലാവരും ഇരുന്ന് പഠിച്ച് അല്ലേ അതിൽ നമ്മൾ സന്തോഷിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അതിൽ ചില പോയിൻറ്റ്സ് മാത്രം പറഞ്ഞ് എന്തിനാണ് ഹൃദയത്തിൻ്റെ കണ്ണുകൾ തുറക്കേണ്ടത്. നമുക്കറിയാം, മാനുഷികമായിട്ട് നമുക്ക് ഫിസിക്കൽ ഐസും ഉണ്ട്, നമ്മളെല്ലാവരും കാണുന്ന കണ്ണുമുണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ ആത്മീക സെൻസസും ഉണ്ട്. അതിലെ ഒരു സെൻസാണ് ഹൃദയത്തിൻ്റെ കണ്ണ്, അല്ലെ സ്പിരിച്വൽ കണ്ണുകൾ എന്ന് നമ്മൾ പറയുന്നതാണ് നമ്മൾ ഈ ഓപ്പൺ ദി ഐസ് ഓഫ് മൈ ഹാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനാണ് ഹൃദയത്തിൻ്റെ കണ്ണുകൾ തുറക്കേണ്ടത്? അല്ലെങ്കിൽ നമ്മളെല്ലാം ക്രിസ്ത്യാനികളാണ്, നമ്മളെല്ലാം യേശുവിനെ കുറേ നാളായിട്ട് അറിഞ്ഞതാണ്, നമ്മൾ ആത്മീകമായി ഒക്കെ നിൽക്കുന്നവരാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ ശരിക്കും തുറക്കപ്പെട്ടിട്ടുണ്ടോ അല്ലേ, അതോ പകുതി മാത്രമേ തുറന്നിട്ടുള്ളൂ എന്നുള്ളത് നമ്മൾ തന്നെ നമ്മളെ ശോധന ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിനായിട്ട് എന്തിനാണ് ഹൃദയത്തിൻ്റെ കണ്ണുകൾ തുറക്കേണ്ടതെന്നും അതിൽ ബൈബിളിൽ കുറേ ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ചില ഭാഗങ്ങൾ മാത്രം ഇന്ന് നമുക്കൊന്ന് മെഡിറ്റേറ്റ് ചെയ്യാം. അതിൽ ആദ്യമായിട്ട് എന്തിനാണ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ നീഡ് ഓഫ് ആർ ഐസ് ബീങ് ഓപ്പൺഡ് എന്ന് പറയുന്നതിൽ അതിലെ ആദ്യത്തെ ഭാഗം നമുക്ക് വായിക്കാം. യിശയ്യാവിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8-ാം വാക്യം വരെ. ഓക്കെ, നമ്മളെപ്പോഴും വായിക്കുകയും നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളൊരു ഭാഗമാണ്. അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിൽ യെശയ്യാവ് പറയുന്ന കാര്യമാണ്: മൈ ഐസ് ഹവ് സീൻ ദ കിങ് ദ ലോർഡ് ഓൾമൈറ്റി. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയെ കണ്ടു. അതിൽ ആദ്യത്തെ ഭാഗവും പറയുന്നുണ്ട്: ഐ സോ ദ ലോർഡ് സീറ്റഡ് ഓൺ എ ത്രോൺ. അല്ലെ, ഞാൻ കണ്ടു, ഞാൻ ദൈവത്തിനെ അല്ലെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ കണ്ടതിന് ശേഷം യെശയ്യാവ് അതിൽ ആ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നതാണ്, കണ്ടതിന് ശേഷം യെശയ്യാവിന് എന്ത് മനസ്സിലായി? തൻ്റെ പാപങ്ങളുടെ ഒരു ബോധം യെശയ്യാവിന് വന്നു. അപ്പോൾ ആദ്യം എന്തിനാണ് നമ്മുടെ കണ്ണുകൾ തുറക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ തന്നെ പാപങ്ങൾ നമ്മൾ കാണാൻ വേണ്ടി, നമ്മൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി നമ്മുടെ കണ്ണുകൾ തുറക്കണം. അപ്പോൾ യെശയ്യാവ് ഇവിടെ കണ്ടത്, ഞാൻ കർത്താവിനെ കണ്ടു, ഞാൻ സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തിനെ കണ്ടു. ദൈവം ഉടനെ എന്നാൽ നീ പൊക്കോ, നീ കമ്മീഷനായിട്ട് പൊക്കോ എന്ന് പറഞ്ഞില്ല. യെശയ്യാവ് അവിടെ പറയാണ്, ഞാൻ കണ്ടപ്പോൾ ഞാൻ എൻ്റെ പാപം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി. അതിൽ മെയിനായിട്ടൊരു കാര്യം, യെശയ്യാവിനെ വിളിച്ചത് എന്തിനാ? പ്രവചനത്തിനായി അല്ലേ, ദേശത്തിലേക്ക് പോയി പ്രവചിക്കാൻ വേണ്ടിയാണ് യെശയ്യാവിനെ വിളിച്ചത്. യെശയ്യാവ് പറയുന്നതും അതാണ്, ഞാൻ അൺക്ലീൻ ലിപ്സ് ഉള്ള ഒരാളാണ്. പോകണമെങ്കിൽ, സംസാരിക്കണമെങ്കിൽ നമ്മൾ എന്തുപയോഗിക്കണം? വാ ഉപയോഗിക്കണം. അതിൽ ശുദ്ധി ഉണ്ടായാൽ മാത്രമേ ബാക്കിയെല്ലാം നടക്കത്തുള്ളൂ അല്ലേ, ശുദ്ധമാവത്തുള്ളൂ. അപ്പോൾ
അശുദ്ധി എവിടെയാണെന്ന് നമുക്ക് തന്നെ നമ്മളെ ചില മേഖലകളിലേക്ക് അയക്കാനും ചില മേഖലകൾ നമ്മൾക്ക് ദൈവം നൽകിയിരിക്കുന്ന ചില മേഖലകളിൽ ഉപയോഗിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ അതിനു മുന്നേ ദൈവത്തിനെ കണ്ട് നമ്മുടെ ഹൃദയങ്ങളെ തുറന്ന് എവിടെയാ പാപം എന്ന അശുദ്ധി എന്ന് മനസ്സിലാക്കി അത് ഏറ്റുപറയാനുള്ള ഒരു മേഖല നമുക്കുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ 8ാമത്തെ വാക്യത്തിൽ ദൈവം പറയത്തുള്ളൂ ഹിയർ ഐ ആം, ആരെ നമുക്ക് വേണ്ടി പോകുമെന്ന് പറയുമ്പോൾ യെശയ്യാവ് പറയുന്നു ഹിയർ ഐ ആം, സെൻഡ് മീ, എന്നെ അയക്കണമേ എന്നുള്ളത്. നമ്മൾ പലപ്പോഴും നമ്മളെ അയക്കണമെന്ന് നമ്മൾ പറയാത്തത്, ഒന്ന്, നമ്മുടെ അശുദ്ധികളെ നമ്മൾ തന്നെ കണ്ടിട്ടില്ല. നമ്മൾ ദൈവത്തിനെ കണ്ടു എന്ന് നമ്മൾ പറയുന്നു, പക്ഷെ ദൈവത്തിനെ കണ്ടിട്ടുള്ളവർ ആദ്യം എന്ത് ചെയ്യണം? അവരവരുടെ പാപങ്ങളെ മനസ്സിലാക്കി അതിൽ നിന്ന് മാറാനുള്ള കഴിവ്, ആ ഒരു ബലം നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. അതിൻ്റെ ഈ ഭാഗത്ത് തന്നെ 2ാമത്തെ ഇതിലേക്ക് നമുക്ക് പോകാം. യെശയ്യാവിൻ്റെ 6-ാമത്തിൻ്റെ അതിൻ്റെ 10-ാമത്തിൻ്റെ 2ാമത്തെ ഭാഗം ഒന്ന് വായിക്കാവോ? ഈ ജനം കണ്ണുകൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനസ്സ് തിരിഞ്ഞ് സൗഖ്യം പ്രാപിക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന്. ഓക്കെ, അപ്പോൾ 2ാമത്തെ ഭാഗം കണ്ണുകൊണ്ട് കണ്ട് ഹൃദയം ഓപ്പൺ ആകണമെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവർക്കൊരു ഹീലിംഗ് സംഭവിക്കും. അപ്പോൾ ആദ്യം പാപങ്ങളുടെ ബോധം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ കണ്ണുകൾ തുറക്കണം. 2, സൗഖ്യമാകണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ കണ്ണുകൾ തുറക്കണം. ആ ഭാഗം ഒന്നുകൂടെ വായിക്കാമോ? ജനം കണ്ണുകൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനസ്സ് തിരിഞ്ഞ് സൗഖ്യം പ്രാപിക്കുകയോ പ്രാപിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ തുറക്കണം. അപ്പോൾ ആദ്യം നമ്മുടെ പാപങ്ങൾ, അശുദ്ധി എന്താണെന്നുള്ളത് നമ്മൾ ദൈവസന്നിധിയിൽ വരുമ്പോൾ നമ്മൾ ദൈവത്തിനെ കണ്ടു എന്ന് നമ്മൾ പറയുന്നെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ ആക്ച്വലി തുറന്നിട്ടുണ്ടെങ്കിൽ, 1, നമ്മുടെ പാപത്തെ നമുക്ക് മനസ്സിലാകണം. 2, നമുക്ക് ഹീലിങ്ങിലേക്ക് നമ്മൾ ഹീലിങ്ങിലേക്ക് പുറപ്പെടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ നമ്മൾ തുറന്നിട്ടുണ്ടോ, ആക്ച്വലി തുറന്നിട്ടുണ്ടോ. നമ്മളെല്ലാം പറയുന്നുണ്ട് ഹൃദയത്തിൻ്റെ കണ്ണുകൾ നമുക്ക് തുറന്നിട്ടുണ്ടെന്നുള്ളത്, പക്ഷെ ആക്ച്വലി തുറന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഇനിയും നമ്മൾ എപ്പോഴും വായിക്കുന്ന ഒരു ഭാഗത്തേക്ക് നമുക്ക് പോകാം. ഉൽപ്പത്തി 21-ന്റെ 15 മുതൽ 19-ാമത്തെ വാക്യം വരെ. ഉൽപ്പത്തി 21-ന്റെ 15 മുതൽ 19-ാമത്തെ വാക്യം വരെ. തുരുത്തിയിലെ വെള്ളം ചെലവായ ശേഷം അവൾ കുട്ടിയെ ഒരു കുറുങ്കാട്ടിൻ തണലിലിട്ടു. ഓക്കെ, അതിന്റെ 15 മുതൽ വായിച്ചോ. തുരുത്തിയിലെ വെള്ളം ചെലവായ ശേഷം അവൾ കുട്ടിയെ ഒരു കുറുങ്കാട്ടിൻ തണലിലിട്ടു. അവൾ പോയി അതിനെതിരെ ഒരു അമ്പിൻ പാട് ദൂരത്തിരുന്നു. കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് എതിരെ ഇരുന്ന് ഉറക്കെ കരഞ്ഞു. ദൈവം ബാലന്റെ നിലവിളി കേട്ടു. ദൈവത്തിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗാരിനെ വിളിച്ചവളോട്, ഹാഗാരെ, നിനക്കെന്ത്? നീ ഭയപ്പെടേണ്ട. ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക. ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കുമെന്ന് അരുളി ചെയ്തു. ദൈവം അവളുടെ കണ്ണു തുറന്നു. അവൾ ഒരു നീരുറവ കണ്ടു. ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ചു ബാലനെ കുടിപ്പിച്ചു. ഓക്കെ, 3ാമതായി നമ്മുടെ കണ്ണ് തുറക്കേണ്ടത് എന്തിനാണെന്ന് വെച്ചാൽ ജീവന്റെ പ്രൊവിഷൻ ഓഫ് ലൈഫ് കാണേണ്ടതിന് വേണ്ടി നമ്മുടെ കണ്ണുകൾ തുറക്കണം. ഇവിടെ ഹാഗാറിൻ്റെ കാര്യം നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്. തൻ്റെ കയ്യിലിരുന്ന വെള്ളം തീർന്നുപോയി, ഇനി ആശ്രയിപ്പാൻ എവിടെയില്ല, കുഞ്ഞ് മരിക്കുന്നത് എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് കുഞ്ഞിനെ മാറ്റി അല്പദൂരം മാറി വന്ന് ഹാഗാർ അവിടെ കരയുമ്പോൾ, എന്നെ ആരും കാണുന്നില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ കുഞ്ഞിൻ്റെ മരണം എനിക്ക് കാണാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ച് മാറിക്കിടക്കുന്ന ഹാഗാറിൻ്റെ അടുത്ത് ആദ്യം 17-ാം വാക്യത്തിൽ ഹാഗാറിൻ്റെ അടുത്ത് കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്, വാട്ട് ഇസ് ദ മാറ്റർ ഹാഗാർ, ഡു നോട്ട് ബി അഫ്രേഡ്. നീ ഒരിക്കലും ഭയപ്പെടേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ദൈവം കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു. ജീവൻ പോകുമെന്ന്, അല്ലെ മരണത്തിലേക്ക് പോകുമെന്ന് വിചാരിച്ച് മാറിക്കിടക്കുന്ന ഹാഗാറിൻ്റെ അടുത്ത് ദൈവം പറയാം, നീ കരയണ്ട, അല്ലെങ്കിൽ നീ വിഷമിക്കണ്ട, നീ ഭയപ്പെടേണ്ട. ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ഞാൻ നിന്റെ കണ്ണ് തുറക്കുമ്പോൾ നീ ഒരു നീരുറവ കാണും. നമ്മൾ പലപ്പോഴും മരണത്തിലേക്ക്, അല്ലെങ്കിൽ ഇനി ഒരിക്കലും ഹോപ്പില്ല എന്ന് പറയുന്ന ചില മേഖലകളിൽ നമ്മുടെ കണ്ണ് തുറക്കാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുക. അതിനുവേണ്ടി ദൈവം നമ്മളോട് വിളിച്ചിട്ട് പറയുക, നീ ഭയപ്പെടേണ്ട, നീ എന്തിനാ കരയുന്നത്, അല്ലേ? നീ നിന്റെ മകനെ ഓർത്ത് നീ സങ്കടപ്പെടുന്നു, നിനക്ക് എങ്ങനെ ഇത് മുന്നോട്ട് പോകുമെന്ന് വിചാരിച്ച് നീ സങ്കടപ്പെടുക. പക്ഷെ ഹാഗാറെ, ഞാൻ നിന്റെ കണ്ണ് തുറക്കുമ്പോൾ നീ ഇതുവരെ കാണാത്ത ചില മേഖലകൾ, ചില ഉറവകൾ നീ കാണാൻ പോകുക. ആ ഉറവ കാണുമ്പോൾ അതിനുശേഷം 20-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അറിയാം,
ദൈവം എന്ത് ചെയ്തു? തൻ്റെ മകനെ കൂടെ ഉണ്ടായിരുന്നു. ഇതുവരെ തന്നെ കണ്ണുകളിൽ ആ ഉറവ കണ്ടിരുന്നില്ല. പക്ഷെ ആ പ്രൊവിഷൻ കണ്ട നിമിഷം അതിനുശേഷം ഹാഗാറിന് പിന്നെ ഭയപ്പെടേണ്ട ആവശ്യം വന്നിട്ടില്ല. അതുവരെ ഭയപ്പെട്ടതുകൊണ്ടാണ് ദൈവം ഹാഗാറിനോട് പറയുന്നത്, ഹാഗാറേ നീ ഭയപ്പെടേണ്ട. കാരണം എന്താ? നീ ഇപ്പോൾ കാണുന്ന നിന്റെ കണ്ണുകൊണ്ട്, നീ ഫിസിക്കൽ ഐസും കൊണ്ട് മാത്രമേ നോക്കുന്നുള്ളൂ. ഫിസിക്കൽ ഐസ് കൊണ്ട് നീ കാണുമ്പോൾ അയ്യോ എൻ്റെ മകൻ മരിച്ചു പോകുമെന്നാണ് നിന്റെ മനസ്സിൽ. പക്ഷെ നീ ആത്മീക കണ്ണുകളുണ്ട്, നിന്റെ ഹൃദയത്തിൻ്റെ കണ്ണുകൊണ്ട് നീ തുറന്ന് കാണുമ്പോൾ ഇതുവരെയും കാണാത്ത ചില ഉറവുകൾ നീ കാണാൻ പോകുകയാണ്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മൾ എങ്ങനെയാണ് ഭയപ്പെട്ട് മുന്നോട്ട്, എങ്ങനെയാണ് ഇനി മരണമാണോ എന്ന് വിചാരിക്കുന്ന ചില മേഖലകളിലും കർത്താവ് നമ്മളോട് പറയാണ്, നീ കണ്ണ് തുറന്നൊന്ന് നോക്കിയാൽ മതി. നിന്റെ ഹൃദയത്തിൻ്റെ കണ്ണ് തുറന്ന് നോക്കണം. ഫിസിക്കൽ ഐസ് വെച്ച് നീ നോക്കിയാൽ നീ ഒന്നും കാണത്തില്ല. ഹൃദയത്തിൻ്റെ കണ്ണ് തുറന്ന് നീ നോക്കുമ്പോൾ ഇതുവരെയും കാണാത്ത ചില ഉറവുകൾ നമുക്ക് വേണ്ടി ദൈവം തുറക്കാൻ പോവുകയാണ്. ദൈവം നമ്മളോട് പറയണം, നീ ഭയപ്പെടേണ്ട, നിന്റെ മകൻ്റെ അല്ലെ നിന്റെ കരച്ചിൽ ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഈ ഒരു പുതിയ നീരുറവ ഞാൻ നിനക്കായി ഒരുക്കുന്നു എന്നുള്ളത്. അപ്പോൾ മൂന്നാമതായി നമ്മളുടെ കണ്ണ് തുറക്കേണ്ടതിനാണ് ടു സീ ദ പ്രൊവിഷൻ ഓഫ് ലൈഫ്. ജീവൻ്റെ പ്രൊവിഷനെ കാണാൻ വേണ്ടി നമ്മുടെ കണ്ണുകളെ നമ്മൾ തുറക്കണം. ഇനി അടുത്തതായി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ് 2 രാജാക്കന്മാർ 2:9 മുതൽ 12 വാക്യം വരെ. 2 രാജാക്കന്മാർ 2-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 12 വാക്യം വരെ. അവർ അക്കരെ കടന്ന ശേഷം ഏലിയാവ് എലീശയോട്, ഞാൻ നിങ്ങൾ നിന്ന് എടുത്തുകൊള്ളപ്പെടും മുമ്പേ ഞാൻ നിനക്ക് എന്തു ചെയ്തു തരേണം? ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അതിന് എലീശ, നിന്റെ ആത്മാവിൽ ഇരട്ടി പങ്ക് എൻ്റെ മേൽ വരുമാറാകട്ടെ എന്ന് പറഞ്ഞു. അതിനവൻ, നീ പ്രയാസമുള്ള കാര്യമാകുന്നു ചോദിച്ചത്. ഞാൻ നിങ്ങൾ നിന്ന് എടുത്തുകൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടാകും, അല്ലെന്നു വരികിൽ ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. അവർ സംസാരിച്ചു കൊണ്ട് നടക്കുമ്പോൾ അഗ്നിരഥവും അഗ്നിശങ്ങളും വന്നവരെ തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറി. എലീശ അത് കണ്ടിട്ട്, എൻ്റെ പിതാവേ, ഇസ്രായേലിന്റെ തേരും തേരാളികളും എന്ന് നിലവിളിച്ചു. പിന്നെ അവനെ കണ്ടില്ല. അപ്പോൾ അവൻ തന്റെ വസ്ത്രം പിടിച്ച് 2 ഖണ്ഡമായി കീറിക്കളഞ്ഞു. ഓക്കെ, ദൈവത്തിൻ്റെ പ്രസൻസ് അനുഭവിക്കണമെങ്കിൽ, ദൈവത്തിൽ നിന്ന് ചില ആത്മീക നന്മകളെ, ആത്മീക ശക്തിയെ പ്രാപിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ നമ്മൾ തുറക്കണം. ഇവിടെ നമ്മളെപ്പോഴും വായിക്കുന്ന ഭാഗമാണ്. എലീശയോട് ഏലിയാവ് പറയുന്ന കാര്യമാണ്, ഞാൻ എടുക്കപ്പെടുന്ന കണ്ടാൽ നിനക്ക് എന്ത് ചെയ്യും? ഡബിൾ പോർഷൻ കിട്ടും, അല്ലേ? ഇരട്ടി പങ്ക് നിനക്ക് കിട്ടും. അവിടെ കാണുന്നൊരു സംഭവം കൂടെ എഴുതിയിട്ടുണ്ട് 11-ാമത്തെ വാക്യത്തിൽ. As they were walking along and talking together, suddenly a chariot of fire and horses of fire appeared and separated the two of them. അല്ലേ? മലയാളത്തിൽ അതെങ്ങനെ പറയുന്നത്? അഗ്നിരഥവും അഗ്നി അശ്വങ്ങളും എലീശ കണ്ടു. അതിനുശേഷമാണ് ഏലിയാവ് അതിൽ എടുക്കപ്പെടുന്നത്, എലീശ കാണുന്നത്. അപ്പോൾ ദൈവികമായ ചില സ്പിരിച്വൽ ആയിട്ടുള്ള ചില പ്രസൻസിലുള്ള കാര്യങ്ങൾ നമ്മൾ കാണണമെങ്കിൽ, അനുഭവിക്കണമെങ്കിൽ, നമ്മുടെ മുകളിലേക്ക് ആ ദൈവിക പ്രസൻസ് വരണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ തുറന്നാൽ മാത്രമേ ആ ദൈവിക പ്രസൻസ് നമുക്ക് അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. ഇവിടെ എലീശയ്ക്ക് ആ ഒരു ആഗ്രഹം ഉണ്ടായതുകൊണ്ടാണ് അവിടെ ബാക്കി ശിഷ്യന്മാരുണ്ടെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ എലീശയ്ക്ക് മാത്രം ആഗ്രഹം ഉണ്ടായതുകൊണ്ടാണ് ഏലിയാവ് പലവട്ടം പറയുന്നുണ്ട്, നീ മാറിക്കോ, നീ പൊക്കോ. പക്ഷെ ആ ആഗ്രഹം ഉണ്ടായതുകൊണ്ട് എലീശ പറഞ്ഞു, ഞാൻ നിന്റെ കൂടെ തന്നെ നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ഡബിൾ പോർഷൻ, ഏലിയാവിനുള്ളതിനെക്കാട്ടിലുള്ള ഡബിൾ പോർഷൻ എലീശയ്ക്ക് നൽകാൻ ദൈവം വിശ്വസ്തനായിരുന്നു. ഇനിയും ഇവിടെ തന്നെ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ 17-ാമത്തെ വാക്യം ഒന്ന് വായിക്കാവോ? അവരവനെ അത്യന്തം നിർബന്ധിച്ചപ്പോൾ അവൻ, എന്നാൽ അയച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. അവർ 50 പേരെ അയച്ചു. അവർ 3 ദിവസം അന്വേഷിച്ചിട്ടും അവനെ കണ്ടെത്തിയില്ല. ഓക്കെ, ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, തൻ്റെ ശിഷ്യന്മാർ, ഏലിയാവിൻ്റെ ശിഷ്യന്മാർ പറഞ്ഞു, ഏലിയാവ് വേറെ എവിടെയെങ്കിലും പോയി കാണും, ഞങ്ങൾ അതുകൊണ്ട് അവനെ ഒന്ന് പോയി നോക്കട്ടെ, ദൈവം വേറെ എവിടെയെങ്കിലും കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിലോ എന്നുള്ളത്. പക്ഷെ കണ്ടതാരാ? എലീശയ്ക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട് ഏലിയാവ് എടുക്കപ്പെടുന്നത്. കാണാത്തവർ പിന്നെയും ചില മേഖലകൾ തിരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇഫ് യുവർ ഐസ് ഇസ് നോട്ട് ഓപ്പൺഡ്, അല്ലേ, നമ്മൾ സെർച്ച് ചെയ്യുന്നതെല്ലാം വെയിനിലായിരിക്കും. ഒരു ഗുണമില്ലാതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പിന്നെ സെർച്ച് ചെയ്യുന്നത്. പിന്നെ അവരുടെ നിർബന്ധം കൊണ്ട് മാത്രമാണ് എലീശ എന്ത് ചെയ്തത്? ശരി, നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞത്. അപ്പോൾ കണ്ണ് തുറക്കപ്പെട്ടവർ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? വെറുതെ തിരയത്തില്ല.
കണ്ണ് തുറക്കപ്പെടാതെ കുറേ ആൾക്കാർ അവിടെ നിന്നതുകൊണ്ട് അവരെന്ത് ചെയ്തു? ഏലിയാവിനെ ഞങ്ങളൊന്ന് പോയി നോക്കട്ടെ, അവൻ എവിടെയെങ്കിലും കാണുമെന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? സെർച്ച് ചെയ്യാൻ തുടങ്ങി. 3 ദിവസം അവർ തിരഞ്ഞു എന്നാണ്. അവരുടെ 3 വിലപ്പെട്ട ദിവസം എന്ത് ചെയ്തു? ഇല്ലാത്ത കാര്യത്തിന് അവരെന്ത് ചെയ്തു? തിരയാൻ വേണ്ടി പോയി. അപ്പം നമ്മുടെ കണ്ണുകൾ ആക്ച്വലി തുറക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ വെയിനായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ സമയം കളയത്തില്ല അല്ലേ? നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ തുറന്നിട്ടുണ്ട്. ഹൃദയത്തിൻ്റെ കണ്ണുകൾ തുറന്നിട്ടുണ്ടെങ്കിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ സെർച്ച് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഏലിയാവിനെ കാണാത്തതുകൊണ്ട് അവർ വിചാരിച്ചു അയ്യോ വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ട്. പക്ഷെ അവരുടെ അത്രയും വിലപ്പെട്ട സമയം എന്ത് ചെയ്തു? ആ തിരയിലിൽ നഷ്ടപ്പെട്ടു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എലീശേനെ പോലെ കണ്ണ് തുറന്നവരാണോ നമ്മൾ, അതോ മറ്റ് ശിഷ്യന്മാരെ പോലെ ഇപ്പോഴും നമ്മൾ തെരഞ്ഞുകൊണ്ടിരിക്കുന്നവരാണോ എന്നുള്ളത് നമ്മളെ തന്നെ ഒന്ന് നമ്മൾ നോക്കണം. അപ്പോൾ ഇവിടെ കണ്ടത് നമ്മൾ ഇത് മറക്കരുത്. 11-ാമത്തെ വാക്യത്തിൽ എലീശ ഒരു കാര്യം കണ്ടു എന്ന് നമ്മൾ വായിച്ചു. അത് തന്നെ ഇനി നമ്മൾക്ക് 2 രാജാക്കന്മാർ 6:16 മുതൽ 18 വരെയുള്ള വാക്യം. 2 രാജാക്കന്മാർ. അതിനവൻ പേടിക്കണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. ഓക്കെ, അപ്പൊ ഇത് നമുക്കറിയാം. ആരാമ്യ രാജാവ് അവരുടെ കൂട്ടം വന്ന് ഇസ്രായേലിനെ ശല്യപ്പെടുത്തുമ്പോൾ നടക്കുന്ന സംഭവമാണ്. എലീശയെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വരുമ്പോൾ ശിഷ്യൻ പറയാണ്, നിനക്കൊരു ഭയവുമില്ലേ? അവർ നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുവാണ്. അപ്പോൾ എലീശ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ അതാണ് വായിച്ചത്. ഡു നോട്ട് ബി അഫ്രൈഡ്, പേടിക്കണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവനെക്കാട്ടിൽ അധികമാകുന്നു. എന്നിട്ട് എലീശ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, ഈ ശിഷ്യന്റെ കണ്ണ് തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതുവരെ അവൻ കണ്ടുകൊണ്ടിരുന്ന എവിടെയാണ്? നമ്മുടെ ഫിസിക്കൽ ഐസിൽ എന്താണോ നടക്കുന്നത് അത് മാത്രമേ അവൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ കുറേ സൈന്യം അവിടെ വന്ന് നിൽക്കുന്നത് ശിഷ്യന് കാണാം. അത് കണ്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്? ശിഷ്യൻ പേടിച്ചിരിക്കുന്നത്. പക്ഷെ കണ്ണ് തുറക്കട്ടെ, ദൈവമേ ഇവൻ്റെ കണ്ണ് തുറക്കണമേ എന്ന് എലീശ പ്രാർത്ഥിച്ചപ്പോൾ ആ ശിഷ്യൻ എന്താ കണ്ടത്? എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നു എന്ന് കണ്ടു. ഇതെവിടെയായിരുന്നു എലീശ കണ്ടത്? ഏലിയാവ് എടുക്കപ്പെട്ടപ്പോൾ എന്ത് ചെയ്തായിരുന്നു? കണ്ടായിരുന്നു. എന്തോ കണ്ടത് അവിടെ? Suddenly a chariot of fire and horses of fire appeared. ഇത് തന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 6-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ തന്നെ Lord opened the servant's eyes. He looked and saw the hill full of horses and chariots of fire. കണ്ണ് തുറക്കപ്പെട്ടവന് മാത്രമേ വേറൊരുത്തൻ്റെ കണ്ണ് തുറന്ന് അവനും ഇത് കാണട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ശിഷ്യൻ്റെ സ്പിരിച്വലായി കണ്ണ് തുറന്നു. അവനും ഇതേ കാര്യം തന്നെ കണ്ടു. ആ മല മുഴുവൻ നമുക്ക് അനുകൂലമായ ചില ചാരിയറ്റ്സ് ഓഫ് ഫയർ, ഹോഴ്സസ് ഓഫ് ഫയർ നിൽക്കുന്നതായിട്ട് കണ്ടു. അപ്പം നമ്മളുടെ സ്പിരിച്വൽ ഐസ് തുറന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ വേറൊരുത്തൻ്റെ കണ്ണ് തുറന്ന് സ്പിരിച്വലി അവനെയും കൂടെ ബലപ്പെടുത്തി നീ ഭയപ്പെടേണ്ട, നമ്മുടെ കൂടെ ഉള്ളവൻ ഈ ലോകത്തിൽ അവരുടെ കൂടെ ഉള്ളവരെക്കാട്ടിൽ വലിയവൻ എന്ന് പറയാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ സ്പിരിച്വൽ ഐസ് തുറന്നാൽ മാത്രമേ വേറൊരുത്തിനെ നമുക്ക് ബലപ്പെടുത്താൻ കഴിയത്തുള്ളൂ അല്ലേ? അപ്പോൾ ദൈവം നമ്മളോട് ഇന്ന് ചോദിക്കുകയാണ്, നമ്മളുടെ കണ്ണുകൾ തുറന്നിട്ടുണ്ടോ? തുറന്നിട്ടുണ്ടെങ്കിൽ നീ ചാരിയറ്റ്സ് ഓഫ് ഫയറും ഹോഴ്സസ് ഓഫ് ഫയറും കാണും. ഇത് കണ്ടാൽ മാത്രമേ വേറൊരുത്തിനെയും കൂടെ നിനക്ക് ബലപ്പെടുത്താൻ കഴിയത്തുള്ളൂ. അപ്പോൾ അവിടെ പറയുന്നതാണ്, for seeing the great power of God. ദൈവത്തിന് മഹത്തായ ശക്തിയെ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ കണ്ണുകൾ തുറക്കണം. ഇപ്പം നമ്മൾ വിചാരിക്കുന്നത് ദൈവം നമ്മുടെ കൂടെ ഇല്ലല്ലോ, സൈന്യം നമ്മളുടെ എഗൻസ്റ്റ് ആയിട്ട് വരുന്നല്ലോ, ശത്രുക്കൾ നമ്മുടെ എഗൻസ്റ്റ് ആയിട്ട് വരുന്നല്ലോ എന്നുള്ളതൊക്കെയാണ് ആ ശിഷ്യനോട് പറയുന്നത്. പക്ഷെ ശിഷ്യൻ്റെ കണ്ണ് തുറന്നതിന് ശേഷം ശിഷ്യൻ എന്ത് മനസ്സിലായി? നമ്മളുടെ കൂടെ ഉള്ളത് ഈ ശത്രു സൈന്യത്തിൻ്റെ കൂടെയുള്ളവരെക്കാട്ടിൽ ഏറ്റവും വലിയവനാണ് നമ്മുടെ കൂടെ ഉള്ളത്. അതും വെറുതെ വന്ന് നിൽക്കുമല്ല,
അഗ്നിയോടെ വന്ന് നിൽക്കുന്ന ഒരു മേഖല, ശത്രുവിൻ്റെ സകലത്തിനെയും ചാരമാക്കി കളയാൻ ശക്തിയുള്ള ഒരു അഗ്നിരഥമാണ് നമ്മുടെ കൂടെ ഉള്ളത് എന്ന് ആ ശിഷ്യനും കണ്ടു. അപ്പോൾ ടു സീ ദ ഗ്രേറ്റ് പവർ ഓഫ് ഗോഡ്, നമ്മളുടെ സ്പിരിച്വൽ കണ്ണുകൾ ഈ നാളുകളിൽ, ഈ ഉപവാസ പ്രാർത്ഥന, നമ്മുടെ സ്പിരിച്വൽ കണ്ണുകൾ, പവർ ഓഫ് ഗോഡ് കാണാൻ വേണ്ടി നമ്മുടെ കണ്ണുകൾ തുറക്കണം. ഇതിൻ്റെ ഭാഗമായിട്ട് അടുത്തതൂടെ വായിക്കുമ്പോൾ, അതിൻ്റെ 6-ന്റെ താഴെയും കൂടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, അതിന് ജസ്റ്റ് നമുക്ക് വായിച്ചിടാം. 23-ാമത്തെ വാക്യം ഒന്ന് വായിക്കാവോ? അങ്ങനെ അവൻ 20-ാമത്തെ വാക്യം, 23-ാമത്തെ വാക്യം. ശമര്യയിൽ എത്തിയപ്പോൾ എലീശ, യഹോവേ കാണത്തക്കവണ്ണം ഇവരുടെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ അവരുടെ കണ്ണ് തുറന്നു. അവർ നോക്കിയപ്പോൾ തങ്ങൾ ശമര്യയുടെ നടുവിൽ നിൽക്കുന്നത് കണ്ടു. ഇസ്രായേൽ രാജാവ് അവരെ കണ്ടിട്ട് എലീശയോട്, എന്റെ പിതാവെ വെട്ടിക്കളയട്ടെ, വെട്ടിക്കളയട്ടെ, ഞാൻ ഇവരെ വെട്ടിക്കളയട്ടെ എന്ന് ചോദിച്ചു. അതിനവൻ, വെട്ടിക്കളയരുത്, നിന്റെ വാൾ കൊണ്ടും വില്ലുകൊണ്ടും പിടിച്ചവരെ നീ വെട്ടിക്കളയുമോ? ഇവർ തിന്നുകുടിച്ച് തങ്ങളുടെ യജമാനന്റെ അടുക്കൽ പോകേണ്ടതിന് അപ്പവും വെള്ളവും അവർക്ക് കൊടുക്ക എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവർക്ക് വലിയൊരു വിരുന്നൊരുക്കി. അവർ തിന്നുകുടിച്ച ശേഷം അവൻ അവരെ വിട്ടയച്ചു. അവർ തങ്ങളുടെ യജമാനന്റെ അടുക്കൽ പോയി. അരാമ്യ പടക്കൂട്ടങ്ങൾ ഇസ്രായേൽ ദേശത്തേക്ക് പിന്നെ വന്നില്ല. ചില ശത്രു സൈന്യങ്ങൾ ഇസ്രായേൽ മേഖലകളിലേക്ക് വരാതിരിക്കണമെങ്കിൽ ശത്രുവിന് ചില കണ്ണുകൾ തുറക്കാൻ വേണ്ടിയും കൂടെ നമ്മൾ പ്രാർത്ഥിക്കണം, അല്ലേ? നമ്മുടെ കൂടെയുള്ളത് ദൈവമാണ് എന്നുള്ളത് ശത്രു കണ്ടാൽ മാത്രമേ, അവിടെ എഴുതിയിരിക്കുന്നതാണ്, ഫ്രം ദാറ്റ് ഡേ അരാം സ്റ്റോപ്ഡ് റെയ്ഡിങ് ഇസ്രായേൽസ് ടെറിട്ടറി. അന്ന് വരെ അവരുടെ കണ്ണ് തുറന്നിട്ടില്ലായിരുന്നു. കണ്ണ് തുറക്കാത്തത് കൊണ്ട് പിന്നെയും അവരെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ ശല്യം നിർത്തണമെങ്കിൽ ചില കണ്ണുകൾ തുറക്കാൻ വേണ്ടി എലീശ പ്രാർത്ഥിച്ചപ്പോൾ ആ കണ്ണ് തുറന്നപ്പോൾ പിന്നെ ശത്രുവിന് മനസ്സിലായി, ഇവരുടെ കൂടെ ചെന്നിട്ട് ഇല്ല, ഇനി നമുക്ക് രക്ഷയില്ല. എൻ്റെ കണ്ണ് തുറന്നു, എനിക്ക് മനസ്സിലായി ഇവരുടെ കൂടെ ദൈവമാണുള്ളത്, അഗ്നിമയമായ ചാരിയറ്റ്സ് ആണ് ഉള്ളത് എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ പിന്നെ ശത്രു ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, അവരെ റെയ്ഡ് ചെയ്യാൻ വരത്തില്ല. അപ്പം ചില ശത്രുക്കളുടെ റെയ്ഡിങ് നിൽക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ചില കണ്ണുകളെ തുറക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. പക്ഷെ അതിനാദ്യം എന്ത് ചെയ്യണം? നമ്മുടെ കണ്ണ് തുറക്കപ്പെടണം. അപ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിക്കാവോ? ദൈവമേ, ചില ശത്രുക്കളുടെ കണ്ണ് തുറക്കണമെങ്കിൽ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ആ കൃപ വേണം. പക്ഷെ അതിനു മുന്നേ കർത്താവേ, ഞങ്ങളുടെ കണ്ണൂടെ ഒന്ന് തുറക്കണേ. ഞങ്ങളുടെ കൂടെ ആരാണ്, ഞങ്ങളുടെ സൈന്യം ആരാണെന്നൊന്ന് മനസ്സിലാക്കാനുള്ള കൃപ ഞങ്ങൾ മേലൊന്ന് പകരണേ എന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട്, ദൈവമേ, ഈ അപ്പുറത്ത് നിൽക്കുന്ന ശത്രുവിൻ്റെ കണ്ണുകളോട് ഒന്ന് തുറക്കണേ. അവർ ഞങ്ങളെ ദിനം ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക, ഞങ്ങളുടെ എഗൻസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക കർത്താവേ. പക്ഷെ അവരുടെ കണ്ണ് തുറക്കുമ്പോൾ അവർക്ക് മനസ്സിലാക്കും ഞങ്ങളുടെ കൂടെ ഉള്ള ദൈവം എത്ര വലുതെന്ന്. ഇത്രയും നാൾ അവർ നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ശത്രു സൈന്യമാണെങ്കിലും അരാമ്യർ എത്ര വലിയവരാണ്, എത്ര അവർ, ആ ശിഷ്യൻ പറയുന്നത് ഇവർ നിൽക്കുന്നത് നീ കാണുന്നില്ല എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും ശത്രു സൈന്യത്തിന് മുന്നേ ഒരു മേശ ഒരുക്കുന്ന ദൈവമുണ്ട്. നമ്മുടെ സമാധാനത്തിനെ കളയുന്നതായ, റെയ്ഡ് ചെയ്യുന്നതായ ചില ശത്രുക്കൾ ഇനിയും കാണാൻ പോവുകയാണ്. നമ്മളുടെ കൂടെയുള്ള സൈന്യം എത്ര വലുതാണെന്ന് ഈ കാലങ്ങളിൽ നമ്മൾ കാണാൻ പോകുക. ശത്രുവിന്റെ കണ്ണുകൾ തുറക്കപ്പെടുമ്പോൾ നമ്മുടെ കൂടെയുള്ള ദൈവത്തിന്റെ സൈന്യം അതെത്ര വലുതെന്ന് ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മുടെ ശത്രുക്കൾ, നമ്മൾക്കെതിരായി നിൽക്കുന്നവർ കാണാൻ പോവുക. ഓ, ഇവരുടെ കൂടെ ഇത്ര വലിയൊരു സൈന്യം ഉണ്ടായിരുന്നോ? ഇത്രയും നാളെ നമ്മളത് കണ്ടില്ലല്ലോ. എന്നാൽ നമ്മുടെ കണ്ണുകൾ തുറക്കുമ്പോൾ നമ്മളൊന്ന് പ്രാർത്ഥിച്ചാൽ മതി, ഈ ശത്രുവിന്റെ കണ്ണുകൾ ഒന്ന് തുറക്കണേ. അവർ നമ്മുടെ കൂടെ ഇരിക്കുന്ന ദൈവത്തിന്റെ സൈന്യം എത്ര വലുതെന്ന് മനസ്സിലാക്കണമെന്ന് ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. പിന്നെ ദൈവം അവരുടെ കണ്ണും തുറന്ന് ഒരിക്കലും അവരുടെ ശല്യം പിന്നെ ഉണ്ടാക്കാത്ത രീതിയിൽ നമ്മൾ അവരോട് കാണിക്കുന്ന അൺയൂഷ്വൽ കൈൻഡ്നസ് അവർ കാണും. ആ ദയ, അവർക്ക് ആവശ്യമായുള്ള ഭക്ഷണം നൽകി, അവർക്ക് ആവശ്യമായുള്ള വെള്ളം നൽകി, അവർക്ക് ആവശ്യമായുള്ള എല്ലാം എന്താണെന്ന് വെച്ചാൽ നൽകാനുള്ള കൃപയെ നമ്മൾ മേൽ പകർന്ന് അവർ പിന്നെ ഒരിക്കലും ഇസ്രായേലിനെ റെയ്ഡ് ചെയ്യത്തക്ക രീതിയിൽ ഇനി ഒരിക്കലും അവർ ചെയ്യത്തില്ല എന്നുള്ള തീരുമാനത്തിൽ അവരെന്ത് ചെയ്യും? തിരിച്ചു പോകും. ആമേൻ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ടു സീ ദാറ്റ് അവർ എനിമീസ് വിൽ നെവർ റെയ്ഡ് അവർ, നമ്മളുടെ ജീവൻ അല്ലെ നമ്മൾക്കുള്ള കാര്യങ്ങൾ ഒരിക്കലും റെയ്ഡ് ചെയ്യത്തില്ല എന്ന തക്ക രീതിയിൽ എന്ത് ചെയ്യും?
നമ്മുടെ കണ്ണുകളും ശത്രുക്കളുടെ കണ്ണുകളും തുറക്കും. ആമേൻ, ഹല്ലേലൂയ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒന്ന് വായിക്കാം, യെശയ്യാവിൻ്റെ 42:7 വാക്യം. യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. ഞാൻ നിന്റെ കൈ പിടിച്ചു നിന്നെ കാക്കും. നിന്നെ ജനത്തിന്റെ നിയമവും ജാതികളുടെ പ്രകാശവുമാക്കും. ഞാൻ യഹോവ, അത് തന്നെ എന്റെ നാമം. ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തനും എന്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കയില്ല. ഓക്കെ, 42:7. To open eyes that are blind, to free captives from prisons. കുരുട്ട് കണ്ണുകളെ തുറപ്പാനും ബദ്ധന്മാരെ കുണ്ടരയിൽ നിന്നും അന്ധകാരത്തിൽ ഇരിക്കുന്നവരെ കാരാഗൃഹത്തിൽ നിന്നും വിടുവിപ്പാനും യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. ഓക്കെ, നമ്മളെ വിളിച്ചിരിക്കുന്നതിൻ്റെ ഒരു അടുത്തൊരിതാണ്, നമ്മളുടെ കണ്ണ് തുറക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി നമ്മളെ വിളിച്ചിരിക്കുന്നത് ചില കുരുടന്മാരുടെ കണ്ണുകൾ തുറക്കാൻ വേണ്ടി. ടു ഫ്രീ ക്യാപ്റ്റീവ്സ് ഫ്രം പ്രിസൺ ആൻഡ് ടു റിലീസ് ഫ്രം ദി ഡഞ്ചൻ ദോസ് ഹു സിറ്റ് ഇൻ ഡാർക്ക്നെസ്. ചില ഇരുട്ടിലിരിക്കുന്നവരെ, ചില വെളിച്ചം കാണാത്തവരെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ വേണ്ടി എന്ത് ചെയ്തിരിക്കുക? ദൈവം നമ്മുടെ കണ്ണുകൾ തുറന്നിരിക്കുക. ഇനി നമ്മളുടെ കണ്ണ് തുറന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ചില കുരുടന്മാരുടെ കണ്ണുകൾ തുറക്കാൻ വേണ്ടി നമ്മളെ ദൈവം വിളിച്ചിരിക്കുക. അവിടെ കൊടുത്തിരിക്കുന്നതാണ്, ഐ വിൽ കീപ് യു ആൻഡ് വിൽ മേക്ക് യു ടു ബി എ കവനന്റ് ഫോർ ദ പീപ്പിൾ ആൻഡ് എ ലൈറ്റ് ഫോർ ദി ജെന്റൈൽസ്, ടു ഓപ്പൺ ഐസ് ദാറ്റ് ആർ ബ്ലൈൻഡ്, to free captives from prison and to release from the dungeon those who sit in the darkness. ചില പ്രിസണിൽ അടക്കപ്പെട്ട, അല്ലേ, സ്പിരിച്വലി ചില പ്രിസണിൽ അടക്കപ്പെട്ട മേഖലകൾ നമ്മൾ ചുറ്റും നമ്മൾ കാണുന്നുണ്ട്. നമ്മൾക്കറിയാവുന്നവർ, ചില ബന്ധനങ്ങളിൽ കിടക്കുന്ന ചില ആളുകളെ, ചില ഡാർക്ക്നെസ്സിൽ ഇരുട്ടിലിരിക്കുന്ന ചില മേഖലകളെ അഴിച്ചുകൊണ്ട് വരാൻ, അവരുടെ കണ്ണുകളെ തുറക്കാൻ വേണ്ടി ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം നമ്മളോട് അരുളി ചെയ്യുക. നീ നിൻ്റെ കണ്ണ് തുറന്നിട്ടുണ്ടെങ്കിൽ, യഥാർത്ഥമായി ദൈവിക ശക്തി എന്തെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ ദൈവം തുറക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചിലരെ ഡാർക്ക്നെസ്സിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാൻ വേണ്ടി കൂടെ ദൈവം നമ്മളെ വിളിച്ചിരിക്കുക. അതൊരു ഭയങ്കര വേർഡാണ്. ടു ഫ്രീ ക്യാപ്റ്റീവ്സ് ഫ്രം ദി പ്രിസൺ, അല്ലേ, ആൻഡ് ടു റിലീസ് ഫ്രം ദി ഡഞ്ചൻ. എവിടെ? ഏറ്റവും കുഴിയിൽ, ഗുഹയിൽ കിടക്കുന്ന, അല്ലേ, ചില ഡാർക്ക്നെസ്സിൽ കിടക്കുന്ന ചില ആളുകളെ ചില മേഖലകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ദൈവം നമ്മളെ വിളിച്ചിരിക്കുക. അതൊരു ദൗത്യമാണ്, അല്ലേ? നിങ്ങളത് ചെയ്യണമെന്നുള്ളത് ഒരു ദൗത്യമായിട്ട് ദൈവം പറയാം. പക്ഷെ അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ഓപ്പൺ അവർ ഐസ്, അല്ലേ? നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ തുറന്നിട്ടുണ്ടോ എന്ന് യഥാർത്ഥമായി ഒന്നുകൂടി ഒന്ന് നമ്മൾ മനസ്സിലാക്കാം. ഓക്കെ, ഇനിയും അടുത്തതായി സങ്കീർത്തനം 119:18 വാക്യം. Psalms 119:18. ഓക്കെ, നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണേ. ഓപ്പൺ മൈ ഐസ് ദാറ്റ് ഐ മേ സീ വണ്ടർഫുൾ തിങ്സ് ഇൻ യുവർ ലോ. ചില വചനത്തിലെ ചില അത്ഭുത കാര്യങ്ങളെ കാണുവാൻ വേണ്ടി, ദൈവത്തിൻ്റെ കൽപ്പനകളിലെ ചില അത്ഭുത കാര്യങ്ങളെ കാണാൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്മുടെ ഹൃദയത്തിലെ കണ്ണ് തുറക്കണേ, എൻ്റെ കണ്ണ് തുറക്കണേ. നമ്മൾ വചനം വായിക്കുന്നവരാണ്, പക്ഷെ വചനം വായിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല? ഇതിലെ അത്ഭുത കാര്യങ്ങൾ നമ്മൾ കാണുന്നില്ല, നമ്മൾ കാണാതെ പോവുക. അപ്പം ഇവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുകയാണ്, ഓപ്പൺ മൈ ഐസ് ദാറ്റ് ഐ മേ സീ വണ്ടർഫുൾ തിങ്സ് ഇൻ യുവർ ലവ്. എൻ്റെ കണ്ണുകളെ തുറക്കണമേ, ഞാൻ ഈ വചനത്തിൻ്റെ ചില അത്ഭുത കാര്യങ്ങളെ കാണാൻ വേണ്ടി എൻ്റെ കണ്ണുകളെ ഒന്ന് തുറക്കണമെന്ന്. കഴിഞ്ഞ ദിവസം ജീന ചേച്ചി പറഞ്ഞായിരുന്നു, നമ്മൾ വചനം എന്തായിട്ട് പറഞ്ഞിരിക്കുന്നു? ഒരു അപ്പമായിട്ട്, അല്ലേ? അപ്പം ആയിട്ട് അല്ലേ, നമ്മൾ ബൈബിളിൽ തന്നെ പറഞ്ഞിരിക്കുന്നു വചനം എന്ത്? അപ്പം. അത് നമ്മൾ എന്ത് ചെയ്യണം? ഭക്ഷിക്കണം. അതുപോലെ തന്നെ കർത്താവിൻ്റെ ശരീരം നുറുക്കപ്പെട്ട് നമ്മളത് ഓർമ്മയ്ക്കായിട്ട് നമ്മളത് എന്താ ചെയ്യുന്നത്? അത് സിംബോളിക്കായിട്ട് നമ്മൾ അപ്പവും, അല്ലേ, വീഞ്ഞായിട്ടും ചെയ്യുന്നു. അപ്പോൾ ഇത് തന്നെ നമ്മളെല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണ്. എമ്മോസിലെ ശിഷ്യന്മാർ, അല്ലെ, എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാർ, അവിടെ ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. ലൂക്കോസ് 24:30-31 വാക്യം ഒന്ന് വായിക്കാം. ഓക്കെ, 30-31. When he was at the table with them, he took bread, gave thanks, broke it and began to give it to them. Then their eyes was opened and they recognized him,
ആൻഡ് ഹി ഡിസപ്പിയർഡ് ഫ്രം ദ സൈറ്റ്. അപ്പോൾ നുറുക്കപ്പെട്ട അപ്പം അവർ ഭക്ഷിച്ചപ്പോൾ, അല്ലെങ്കിൽ അവർക്കത് ദൈവം നൽകിയപ്പോൾ എന്ത് ചെയ്തു? അവരുടെ കണ്ണുകൾ തുറന്നു. ഇത് ദൈവമെന്നും അല്ലേ അവനെ റെക്കഗ്നൈസ് ചെയ്യ രീതിയിൽ അവർ എന്ത് ചെയ്തു? കണ്ണുകൾ തുറന്നു. നമ്മൾ വചനം വായിക്കുന്നവരാണ് അല്ലേ, അപ്പം നമ്മൾ കഴിക്കുന്നവരാണ് അല്ലേ, സിംബോളിക്കായിട്ടും ആക്ച്വലി നമ്മൾ കഴിക്കുന്നവരാണ്. പക്ഷേ എന്നാലും നമ്മൾ ദൈവത്തിനെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മളോട് തന്നെ ചോദിക്കണം. നമ്മൾ ഇതിന് ഭാഗമായി തീരുന്നു, വചനം എന്ന അപ്പം നമ്മൾ ഭക്ഷിക്കുന്നു. എമ്മോസിലെ ശിഷ്യന്മാർക്ക് ദൈവം യേശു അത് മുറിച്ചു കൊടുത്തപ്പോൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞത്? their eyes were opened and they recognized him. കർത്താവ് എന്തെന്ന് റെക്കഗ്നൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കണ്ടു എന്നുള്ളതല്ല അല്ലേ, തിരിച്ചറിഞ്ഞു അല്ലേ. അപ്പം ചില തിരിച്ചറിവ് ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ ഈ ദിവസങ്ങളിൽ തുറന്നാലേ ദൈവത്തിന്, ഇതെല്ലാം നമ്മൾ പറയുമ്പോൾ നമ്മൾ ഈ എല്ലാ വാക്യങ്ങളും വായിച്ചപ്പോഴും ദൈവത്തിൻ്റെ ശക്തി എത്രമാത്രം അറിയണമെങ്കിൽ അല്ല, ദൈവം നമ്മുടെ കൂടെ എത്രമാത്രം ഇരിക്കുന്നുണ്ട്, ദൈവം നമ്മളുടെ കൂടെ ഉണ്ട് എന്ന് അറിയണമെങ്കിൽ നമ്മൾ ഫിസിക്കൽ ഐസ് കൊണ്ട് നോക്കിയിട്ട് ഒരു കാര്യവും ഇല്ല. ആത്മീകമായി നമ്മളുടെ കണ്ണുകൊണ്ട് തുറന്നാൽ മാത്രമേ ദൈവം നമ്മളോട് എത്ര അടുത്താണെന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ, നമുക്ക് തിരിച്ചറിവ് ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ ചെറുത് തുറന്നാൽ മാത്രമേ ദൈവം എത്ര വലിയവനെന്ന് അല്ലേ. ബാക്കി എല്ലാ ഭാഗങ്ങളും നമ്മൾ കാണുന്നൊരു കാര്യമാണ്. നീ ഭയപ്പെടേണ്ട, നോട്ട് ബി അഫ്രൈഡ്. കണ്ണ് തുറക്കപ്പെട്ടവനും പറയുന്നുണ്ട് നീ ഭയപ്പെടേണ്ട അല്ലേ. ദൈവം ഹാഗാനോട് പറയുന്നുണ്ട് നീ ഭയപ്പെടേണ്ട. എലീശ ശിഷ്യനോട് പറയുന്നുണ്ട് നീ ഭയപ്പെടേണ്ട. നമ്മൾ പലപ്പോഴും ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഈ തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ്. ദൈവം എന്താണെന്ന് നമുക്കറിയാം, നമ്മൾ ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കുന്നു അല്ലേ, നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. പക്ഷെ പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ തുറക്കാത്തത് കൊണ്ട്, ഈ തിരിച്ചറിവ് നമുക്കില്ലാത്തത് കൊണ്ട് ദൈവിക ശക്തി എത്രമാത്രമാണെന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഞാനിത് ഇവിടെ എടുക്കുന്നതിന് മുന്നേ ഞാൻ പലതവണ ചിന്തിച്ചു, ഇത് എന്നോട്, ഞാനിത് മെഡിറ്റേറ്റ് ചെയ്തൊരു ഭാഗമാണെങ്കിലും ചർച്ചിൽ ഇത് പറയാൻ അല്ലേ, ഹൃദയത്തിൻ്റെ കണ്ണുകൾ എല്ലാവരെയും തുറന്നിരിക്കുന്നവരല്ലേ ഇവിടെ ഇരിക്കുന്നവർ. അപ്പോൾ എന്തുകൊണ്ട് ചർച്ചിൽ ഇത് പറയണം എന്നുള്ളത്. പക്ഷെ എന്നോട് ദൈവം ഇത് ഇടപെട്ടിട്ടുണ്ടെങ്കിലല്ലേ നമ്മുടെ കണ്ണ് ആക്ച്വലി തുറക്കാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ കണ്ണ് തുറന്നാൽ മാത്രമേ ചിലരുടെ കണ്ണുകൾ തുറക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ. അതാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന മിഷൻ. പക്ഷെ ആ മിഷനിലേക്ക് നമ്മൾ പലപ്പോഴും എത്താത്തത്, നമ്മൾ ഈ തിരിച്ചറിവിലേക്ക് എത്താത്തത് കൊണ്ടാണ്. നമ്മൾ ദൈവത്തിനെ കണ്ടിട്ടുണ്ട്, പക്ഷെ വി ഹാവ് നോട്ട് റെക്കഗ്നൈസ്ഡ് ഹിം. ദൈവത്തിൻ്റെ ശക്തി എത്രമാത്രം ഉണ്ടെന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ ആക്ച്വലി എന്ത് ചെയ്യണം? നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ തുറന്നാൽ മാത്രമേ, ഫിസിക്കൽ ഐസ് കൊണ്ട് ഈ ലോകത്തിൽ പല കാര്യങ്ങൾ നമുക്ക് കാണാം. നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ, നമ്മൾക്ക് ഇല്ലായ്മകൾ, പ്രയാസങ്ങളൊക്കെ നമ്മൾ ഫിസിക്കൽ ഐസ് കൊണ്ട് കാണുന്നുണ്ട്. നമ്മുടെ കൂടെ ആരുണ്ടെന്നോ ഇല്ലെന്നോ എല്ലാം നമ്മൾ ഫിസിക്കൽ ഐസ് കൊണ്ട് കാണുന്നുണ്ട്. പക്ഷെ ഫിസിക്കൽ ഐസ് തുറന്നു വെച്ചുകൊണ്ട് ഈ ആത്മീക ലോകത്തിൽ നമുക്ക് ആത്മീകമായ ലൈഫ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നമ്മൾ ആത്മീക കണ്ണുകൾ തുറന്നാൽ മാത്രമേ, ഹൃദയത്തിൻ്റെ കണ്ണുകൾ തുറന്നാൽ മാത്രമേ ആക്ച്വലി എങ്ങനെയാണ് ദൈവത്തിൻ്റെ കൂടെ ഒപ്പം ജീവിക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ആ റെക്കഗ്നീഷനിലേക്ക് വരാൻ വേണ്ടി ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇനി ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു ഭാഗത്തേക്ക് നമുക്ക് പോകാം. അതിൻ്റെ അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 1 മുതൽ 12-ാം വാക്യം. കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കുലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്നു. ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി യെരൂശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിന് സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തിൽ നിന്നൊരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. അവൻ നിലത്ത് വീണു, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്നവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടുന്നത് അവിടെ വെച്ച് നിന്നോട് പറയുമെന്നവൻ പറഞ്ഞു. അവനോട് കൂടി പ്രയാണം ചെയ്ത പുരുഷന്മാർ ശബ്ദം കേട്ടു എങ്കിലും ആരെയും കാണാതെ മരവിച്ചു നിന്നു. ശൗൽ നിലത്ത് നിന്ന് എഴുന്നേറ്റ് കണ്ണ് തുറന്നാരെ ഒന്നും കണ്ടില്ല. അവരവനെ കൈക്ക് പിടിച്ചു ദമസ്കോസിൽ കൂട്ടിക്കൊണ്ടുപോയി. അവൻ 3 ദിവസം കണ്ണ് കാണാതെയും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെയും ഇരുന്നു. എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസേ എന്ന് വിളിച്ചു. കർത്താവെ, അടിയനിതാ എന്നവൻ വിളി കേട്ടു. ഓക്കെ, അതിൻ്റെ 17-ാമത്തെ വാക്യം കൂടെ വായിക്കാം.
അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവന്റെ മേൽ കൈവച്ചു. ശൗലേ, സഹോദര, നീ കാഴ്ച പ്രാപിച്ചു. പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, ഈ ഭാഗവും നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു ഭാഗമാണ്. അതിൻ്റെ 7-ാമത്തേതിൻ്റെ അവസാനം ഭാഗത്തിൽ നമുക്ക് കാണുന്നുണ്ട്, അവിടെ നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്, പൗലോസ് അതുവരെ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്നതാണ് അവൻ്റെ കണ്ണുകൊണ്ട് കണ്ടത്. അതുവരെ അവൻ്റെ കണ്ണിൽ അവന് ആസ്വാദമായി തോന്നിയിരുന്നത് ചില ദൈവമക്കളെ ഉപദ്രവിക്കുന്നതും അതൊക്കെയാണ്. പക്ഷേ ദൈവം അവനെ തൊട്ടപ്പോൾ, വെളിച്ചം അവന് മേൽ അടിച്ചപ്പോൾ അവൻ്റെ കണ്ണ് അടഞ്ഞ് ബ്ലൈൻഡ്നെസ് ആയിട്ട് വന്നു. 3 ദിവസം അങ്ങനെ തന്നെ ഇരുന്നു. 3 ദിവസം കഴിഞ്ഞ് കണ്ണ് തുറന്നപ്പോൾ ആദ്യം അവിടെ ചെയ്തത് എന്താണെന്ന് എഴുതിയിരിക്കുന്നത് 18-ാമത്തെ വാക്യത്തിൽ, ഇമ്മീഡിയറ്റ്ലി സംതിങ് ലൈക്ക് സ്കെയിൽസ് ഫെൽ ഫ്രം സൗൾസ് ഐസ് ആൻഡ് ഹി കുഡ് സീ അഗെയിൻ. ഹി ഗോട്ട് അപ്പ് ആൻഡ് വാസ് ബാപ്റ്റൈസ്ഡ് ആൻഡ് ആഫ്റ്റർ ടേക്കിംഗ് സം ഫുഡ് ഹി റീഗെയിൻഡ് സ്ട്രെങ്ത്. 3 ദിവസം കുരുടനായിട്ട് ഇരുന്നതിന് ശേഷം കണ്ണു തുറന്ന പൗലോസ് ആദ്യം ചെയ്തത് എന്താണ്? ഹി ഗോട്ട് അപ്പ്, എഴുന്നേറ്റു, അവൻ സ്നാനപ്പെട്ടു. അല്ലേ? ഇത്രയും നാള് ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ച് ഇല്ലാതാക്കുവാൻ ശ്രമിച്ച് അവൻ്റെ കണ്ണുകൊണ്ട് സ്തേഫാനോസിൻ്റെ മരണം കണ്ട് ഇരുന്ന ശൗല് ദൈവത്തിൻ്റെ ഒരു ടച്ച് വന്നപ്പോൾ 3 ദിവസം ഇരുട്ടായി കണ്ണ് തുറക്കാൻ പറ്റാത്ത രീതിയിലായപ്പോൾ 3 ദിവസം ശേഷം പൗലോസ് കണ്ണ് തുറക്കുമ്പോൾ എത്രമാത്രമാണ് ദൈവത്തിനെ ശൗൽ ഉപദ്രവിച്ചതെന്നും ഇനി ശൗലിൻ്റെ മിഷൻ എന്താണെന്നുമുള്ളത് ശൗല് മനസ്സിലാക്കി. അതുകൊണ്ടാണ് കണ്ണ് തുറന്ന ഉടനെ എഴുന്നേറ്റു, പോയി സ്നാനപ്പെട്ടു. ബാക്കി നമ്മൾ അതിന് താഴോട്ട് നമ്മൾ വായിക്കുന്നുണ്ട് ശൗല് ബാക്കി കാര്യങ്ങളെല്ലാം ദൈവത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു എന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പോൾ ചിലത് നമ്മൾ ഫിസിക്കലി ബ്ലൈൻഡായി ചില കാര്യങ്ങൾ നമ്മൾ ഫിസിക്കലി അടഞ്ഞാൽ മാത്രമേ ചില വിഷൻസ് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. പൗലോസ് 3 ദിവസം ബ്ലൈൻഡായിട്ടിരുന്ന സമയത്താണ് ദൈവം അവനോട് സംസാരിച്ചതും നിൻ്റെ കണ്ണ് തുറക്കാൻ വേണ്ടി ഒരാളെ ഞാൻ അയക്കുന്നു എന്നുള്ളതും എല്ലാം സംസാരിച്ചത് ഈ 3 ദിവസത്തെ ടൈം കൊണ്ടാണ്. അപ്പോൾ ചില ഫിസിക്കൽ ഐസ് നമ്മൾ അടച്ചു വെച്ചാൽ മാത്രമേ സ്പിരിച്വലി ചില കാര്യങ്ങൾ നമുക്ക് വിഷൻസ് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. കുറേ കാര്യങ്ങൾ ഈ ലോകത്തിൽ മാത്രമാണ് നമ്മൾ കാണുന്നത്, ഇല്ലായ്മയും പ്രയാസങ്ങളും മാത്രമാണ് കാണുന്നതെങ്കിൽ ദൈവം ആക്ച്വലി നമുക്ക് തരുന്ന വിഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കണ്ണുകൾ ഫിസിക്കൽ ഐസ് നമ്മൾ തന്നെ എന്ത് ചെയ്യണം? ഒന്ന് ബ്ലൈൻഡ് ആക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നാൽ മാത്രമേ സ്പിരിച്വൽ ആയിട്ടുള്ള ചില കാര്യങ്ങളെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഇനി ഇത് പൗലോസ് തന്നെ ഇത് പറയുന്നൊരു ഭാഗമുണ്ട്, അപ്പോസ്തലപ്രവൃത്തി 26-16 വാക്യം. ഇത് നമുക്ക് എല്ലാവർക്കും നമ്മളോട് ദൈവം പറയുന്നതായിട്ട് ഒന്ന് മനസ്സിലാക്കാം. 26-16 വാക്യം. എങ്കിലും എഴുന്നേറ്റ് നിവർന്നു നിൽക്ക, നീ എന്നെ കണ്ടതിനും ഇനി ഞാൻ നിനക്ക് പ്രത്യക്ഷനാവാനിരിക്കുന്നതിനും നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിപ്പാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി. ജനത്തിന്റെയും ജാതികളുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും. അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണ് തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കലേക്കും തിരിപ്പാനും ഞാനിപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. Okay, now get up and stand on your feet. I have appeared to you to appoint you as a servant, as a witness of what you have seen of me and what I will show you. I will rescue you from your own people and from the Gentiles. I am sending you to them to open their eyes and turn them from darkness to light and from the power of Satan to God, so that they may receive forgiveness of sins and a place among those who are sanctified by faith in me. കണ്ണ് തുറക്കപ്പെട്ട പൗലോസിനോടാണ് ദൈവം ഇത് പറഞ്ഞത്. ഞാൻ നിന്നെ വിളിച്ചത്, നിന്നെ വിറ്റ്നസ് ആക്കിയത്, നീ എന്നെ കണ്ടതും നീ കാണാൻ ഇരിക്കുന്നതും സ്പിരിച്വലി നീ കാണാനിരിക്കുന്നത് ഞാൻ എന്തിനാ ചെയ്തതെന്ന് വെച്ചാൽ നിന്നെ ഞാൻ വിളിച്ചിരിക്കുന്നത് ചിലരുടെയും കണ്ണുകളിലൂടെ തുറക്കാൻ വേണ്ടിയാണ്. ടു ഓപ്പൺ ദി ഐസ്, ടു ഓപ്പൺ ദെയർ ഐസ്, ചില ജെൻറ്റൈൽസിൻ്റെ കണ്ണുകൾ തുറക്കാൻ വേണ്ടിയും ഡാർക്ക്നെസ്സിൽ നിന്ന് അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയും പാപത്തിൻ്റെ ബോധം അവർക്ക് വരാൻ വേണ്ടിയും ഫൊർഗിവ്നെസ്സിലേക്ക് അവർ വരാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നത്. ഇതാണ് ആക്ച്വലി നമ്മളോടും ദൈവം പറഞ്ഞിരിക്കുന്നത്. നമ്മളോടും ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ, നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ തുറന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ തുറന്നാൽ മാത്രമേ വേറൊരുത്തൻ്റെ കണ്ണ് തുറക്കാൻ വേണ്ടി നമുക്ക് സാധ്യമുള്ളൂ. നമ്മളോട് ദൈവം തന്നിരിക്കുന്ന വലിയ മിഷൻ ഇതാണ്, ടു
ടു ടേക്ക് മെനി പീപ്പിൾ ഫ്രം ഡാർക്ക്നെസ്, അല്ലേ? കുറേ പേരെ ഡാർക്ക്നെസ്സിൽ കിടക്കുക. അവരെ എല്ലാം കണ്ണ് തുറപ്പിക്കണമെങ്കിൽ നിൻ്റെ കണ്ണുകൾ ആദ്യം തുറന്നാൽ മാത്രമേ ചിലരെ ഇരുട്ടിൽ നിന്ന് അവരുടെ കണ്ണുകൾ തുറക്കാൻ വേണ്ടി നിനക്ക് സാധിക്കത്തുള്ളൂ. ഒരു ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, ഒരു ബ്ലൈൻഡ് പേഴ്സണ് മറ്റൊരു ബ്ലൈൻഡ് പേഴ്സണെ നയിക്കാൻ പറ്റത്തില്ല, അല്ലേ? ഒരു അന്ധനെ മറ്റൊരു അന്ധനെ നയിക്കാൻ പറ്റത്തില്ല. ദൈവത്തിലേക്ക് നയിക്കണമെങ്കിൽ നമ്മുടെ കണ്ണ് ആക്ച്വലി തുറന്നാൽ മാത്രമേ ചിലവരെയും കൂടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അത് നമ്മളിലേക്ക് ദൈവം നൽകിയിരിക്കുന്ന ഒരു മിഷനാണ്. യു ഹാവ് ടു ഓപ്പൺ certain people's eyes, അല്ലേ? ചിലരുടെ കണ്ണുകളെ നീ തുറക്കണം, അല്ലേ? നമ്മളോട് ആണത് ദൈവം പറയുന്നതെന്ന് നമുക്കൊന്ന് ചിന്തിച്ചാട്ടെ. ടു ഓപ്പൺ ദി ഐസ് ഓഫ് certain people, to turn some people from darkness to light and to tell them to preach the forgiveness of God to them. അങ്ങനെ ആണെങ്കിൽ നമ്മൾ ആക്ച്വലി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ തുറന്നിട്ടുണ്ടോ, അല്ലേ? കുറേ ഭാഗങ്ങൾ നമ്മൾ ഇത് തന്നെ കാണുന്നുണ്ട്. ഇപ്പം തന്നെ ഒരു 9-10 ഭാഗങ്ങൾ നമ്മൾ കണ്ടു, അല്ലേ? നമ്മുടെ കണ്ണുകളെ തുറക്കണം. എന്തിനാ കണ്ണുകളെ തുറക്കണം? ഒന്ന്, ദൈവത്തിൻ്റെ ശക്തി നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ പ്രസൻസ് എത്രമാത്രമാണ് നമ്മളിൽ ദൈവം ആഗ്രഹിക്കുന്നത് എന്നുണ്ടെന്ന് നമ്മൾ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ കണ്ണുകൾ തുറന്നാൽ മാത്രമേ പറ്റൂ. ഫിസിക്കലി നമ്മൾ കാണുന്ന ശൂന്യതകളോ ഇല്ലായ്മകളോ, അല്ലെങ്കിൽ വെള്ളമില്ല, നീരുറവയില്ല, അല്ലെങ്കിൽ ശത്രു നമുക്കെതിരായി വരുന്നു എന്നുള്ളത് നമ്മൾ ഫിസിക്കലി കാണും. നമ്മളുടെ ഇവിടെയും, അല്ലെ, അന്ന് ബൈബിളിലെ ആ കാലത്ത് മാത്രമല്ല, നമ്മളും ഇപ്പം കാണുന്നത് എന്താ? ശത്രുക്കളെയും, അല്ലെ, പ്രയാസങ്ങളും ഭാരങ്ങളും ഒക്കെ ആയിരിക്കാം നമ്മൾ കാണുന്നത്. പക്ഷെ ദൈവം പറയാം, നീ നിന്റെ സ്പിരിച്വൽ ഐസ്, ഓപ്പൺ ദി ഐസ് ഓഫ് മൈ ഹാർട്ട്, എൻ്റെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ അപ്പാ എനിക്കൊന്ന് തുറന്നു തരണേ. എന്താണ് ആക്ച്വലി ദൈവത്തിൻ്റെ ശക്തി എന്നുള്ളത്, ദൈവം എന്നിൽ പകരാൻ തന്നിരിക്കുന്ന, അല്ലേ, ആ പവർ എത്രമാത്രം ആണെന്ന് ഞാൻ മനസ്സിലാക്കണമെങ്കിൽ അപ്പം എൻ്റെ ഹൃദയത്തിൽ ആക്ച്വലി ഒന്നൊന്ന് തുറക്കണേ. പകുതി പാർഷ്യലി തുറന്നാൽ അത് സാധിക്കത്തില്ല. മറ്റൊരുത്തിൻ്റെ, അല്ലേ, കണ്ണ് തുറക്കണമെങ്കിൽ എൻ്റെ കണ്ണ് പകുതി മാത്രമേ തുറന്നിട്ട് കാര്യമില്ല. ആക്ച്വലി ഫുള്ളായിട്ട് ദൈവമേ എൻ്റെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ ഒന്ന് തുറന്ന് ദൈവത്തിനെ ഫുള്ളായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ എനിക്കൊന്ന് സാധിക്കണേ. ഈ കാലഘട്ടത്തിൽ ശത്രു ചെയ്യുന്നതും കണ്ണുകളെ ഇരുട്ടാക്കുക എന്നുള്ളതല്ല, അല്ലേ? നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. അതുകൂടെ ഒന്ന് വായിക്കാം നമുക്ക്. മത്തായി 6:22-23 വാക്യങ്ങൾ. മത്തായി 6:22-20 നമ്മൾ എപ്പോഴും നമുക്കറിയാവുന്ന വാക്യം. ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. കണ്ണ് കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും. എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത്. ഓക്കെ, ഇവിടെ ഫിസിക്കലി ഒരു ഐസിനെ പറ്റി അല്ല പറയുന്നത്, സ്പിരിച്വൽ ഐസിനെ പറ്റിയാണ് പറയുന്നത്. നിങ്ങളുടെ കണ്ണ്, അല്ലെ, ശരീരത്തിൻ്റെ ലാമ്പ് എന്ന് പറയുന്നത് നിന്റെ കണ്ണാണ്. പക്ഷെ ശത്രു പലപ്പോഴും നമ്മൾ ഇപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ ചെയ്യുന്നത് എന്താ? നമ്മുടെ കണ്ണിനെ അശുദ്ധമാക്കണം, അല്ലേ? അതിനെ ഡാർക്ക്നെസ്സിലേക്ക് നയിക്കണം. നീ വെളിച്ചം എന്താണെന്നും ദൈവത്തിൻ്റെ ശക്തി എന്താണെന്നും തിരിച്ചറിയാതെ നമ്മളുടെ കണ്ണിരുട്ടാക്കി വെളിച്ചത്തിലേക്ക് നയിക്കാതിരിക്കാൻ വേണ്ടിയാണ് ശത്രു ശ്രമിക്കുന്നത്. അത് നമ്മളെയും ലോകത്തുള്ളവരെ എന്താണ്, ഇത് തന്നെയാണ് ശത്രുവിൻ്റെ കാര്യം. നമ്മൾ ആദ്യ മനുഷ്യരിൽ, അല്ലേ, ആദാം ഹൗവയിലൊക്കെ നമ്മൾ വായിക്കുന്നത് ഇത് തന്നെ. ശത്രുവിന് എന്തിലേക്ക് കണ്ണ് തുറക്കണം എന്ന ആഗ്രഹം, ഇരുട്ടിലേക്ക് നമ്മൾ കണ്ണ് തുറക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ ദൈവം പറയാണ്, നിന്റെ കണ്ണ് ആക്ച്വലി എന്നിലേക്ക് തുറക്കുവാണെങ്കിൽ നീ ഇതുവരെയും കാണാത്ത ചില മേഖലകൾ നീ കാണും. ഇതുവരെ നീ അനുഭവിക്കാത്ത ചില ശക്തികൾ നീ അനുഭവിക്കും. ഏലിയാവിനെ പോലെ, എലീശേനെ പോലെ, ഹാഗറിനെ പോലെ നീ ഇല്ലായ്മകൾ പറയുന്ന മേഖലകളിൽ, അല്ലെ, നിനക്ക് ആരുമില്ല, ഭയപ്പെട്ട് ഇപ്പോൾ ഞാൻ ചത്തുപോകുമല്ലോ, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്കിനി ഭാവി ഇല്ലല്ലോ എന്ന് വിചാരിക്കുന്ന മേഖലകളിലും ദൈവം പറയുന്നത്, നീ ഇതുവരെയും കാണാത്തൊരു ഉറവ അവിടെയുണ്ട്. ഇതുവരെ നീ കണ്ടിട്ടില്ല, നീ അനുഭവിച്ചിട്ടില്ലാത്തൊരു സൈന്യം നിൻ്റെ കൂടെയുണ്ട്. അത് നീ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, നിൻ്റെ കണ്ണ് നീ ഒന്ന് തുറക്കുക. നിൻ്റെ കണ്ണ് നീ തുറന്നാൽ ദൈവം നിൻ്റെ കൂടെ സൈന്യമായി നിൽക്കുന്നത് നിനക്ക് കാണാൻ പറ്റും. അഗ്നിമയമായ രഥങ്ങളും ഉറവകളും കാണാൻ വേണ്ടി എന്ത് ചെയ്യും? നിൻ്റെ കണ്ണ് തുറക്കും. ഇത് തുറന്നാൽ ദൈവമേ എൻ്റെ കണ്ണ് തുറന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കരുത്. ചിലരെയും കൂടെ പ്രിസണിൽ കിടക്കുന്ന, ഇരുളിൽ കിടക്കുന്ന, അല്ലേ, ഫൊർഗിവ്നെസ് ഇല്ലാതെ കിടക്കുന്ന, ലൈറ്റ് ഇല്ലാതെ കിടക്കുന്ന, കുരുടരായി കിടക്കുന്ന ചില ആളുകളുടെ കണ്ണുകളെ തുറക്കാൻ വേണ്ടി ദൈവം നമ്മളെ ആഗ്രഹിക്കുകയാണ്. ആ ഒരു മിഷൻ നമുക്ക് ഏറ്റെടുക്കാം, അല്ലേ? അപ്പോൾ എൻ്റെ കണ്ണൊന്ന് തുറക്കണേ, എൻ്റെ ഹൃദയത്തിൻ്റെ കണ്ണ് തുറക്കണേ. എൻ്റെ ഹൃദയത്തിൻ്റെ കണ്ണ് തുറന്നാൽ മാത്രമേ എനിക്ക് അങ്ങ് എന്നോട് പറഞ്ഞ ചില മിഷൻസ് എനിക്ക് ചെയ്യാൻ പറ്റൂ. യെശയ്യാവ് നമ്മൾ ആദ്യം വായിച്ചു, യെശയ്യാവ് 6 നമ്മൾ വായിച്ചു, തൻ്റെ പാപങ്ങൾ എനിക്ക് മനസ്സിലായി. ദൈവത്തിനെ കണ്ടപ്പോൾ, സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തിനെ യെശയ്യാവ് കണ്ടപ്പോൾ തൻ്റെ അശുദ്ധി എന്താണെന്ന് മനസ്സിലാക്കുകയും ദൈവം ഇങ്ങനെ ചോദിക്കുകയാണ്, ഞാൻ ആരെ അയക്കേണ്ടു എന്ന് പറഞ്ഞപ്പോൾ യെശയ്യാവ് പറഞ്ഞു, അടിയനിതാ എന്നെ അയക്കണമേ. കണ്ണുകൾ തുറന്ന ഒരുത്തിന് മാത്രമേ അത് പറയാൻ പറ്റത്തുള്ളൂ, ദൈവമേ അടിയനെ അയക്കണമേ, എന്നെ വിടണേ, ഞാനത് ചെയ്യാമെന്നുള്ളത്. അവിടെയും യെശയ്യാവിന് കൊടുത്തിരിക്കുന്ന ഒരു ദൗത്യമാണ്
ചിലരെ കണ്ണുകൾ തുറക്കാൻ വേണ്ടി, ചില ഹൃദയങ്ങളെ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് നയിക്കാൻ വേണ്ടി ദൈവവും ഈ കാലങ്ങളിൽ നമ്മളെ അന്വേഷിക്കുക. നിങ്ങളുടെ ഹൃദയത്തിലെ കണ്ണ് ആക്ച്വലി തുറന്നിട്ടുണ്ടെങ്കിൽ, സ്പിരിച്വൽ കണ്ണുകൾ തുറന്നിട്ടുണ്ടെങ്കിൽ, എല്ലാവരും കണ്ണുകളെ ഒന്ന് അടച്ചാട്ടെ. നിങ്ങളുടെ ഫിസിക്കൽ ഐസ് ഒന്ന് അടച്ചിട്ട്, കർത്താവേ ഞങ്ങളുടെ സ്പിരിച്വൽ ഐസിനെ ഒന്ന് തുറക്കണേ. അപ്പം ഈ കാലങ്ങളിൽ ശത്രു ശ്രമിക്കുന്ന ഒരു കാര്യമാണ് ഇരുട്ടിട്ടുകൊണ്ട് യൗവനക്കാരിലും കുഞ്ഞുങ്ങളിലുമൊക്കെ ഇരുട്ടിട്ട് ആക്ച്വലി ദൈവം എന്താണെന്ന് മനസ്സിലാക്കാത്ത രീതിയിൽ, വെളിച്ചം എന്താണെന്ന് കാണാത്ത രീതിയിൽ ഇരുട്ടിലേക്ക്, അത് ക്രിസ്ത്യൻസ് എന്നില്ല, ലോകക്കാരെന്നില്ല, എല്ലാവരെയും ഒരുപോലെ ഇരുട്ടിലേക്ക് നയിക്കുന്ന ഒരു അന്ധകാര മേഖലകൾ നമുക്കറിയാതെ. പക്ഷെ കർത്താവിനോടൊന്ന് പറഞ്ഞാട്ടെ, അപ്പാ എൻ്റെ ഫിസിക്കൽ ഐസ് അടച്ച് ഞാനപ്പാ എൻ്റെ സ്പിരിച്വൽ ഐസ്, എൻ്റെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ അപ്പാ എനിക്കൊന്ന് തുറന്ന് നൽകണേ അപ്പാ. എൻ്റെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ ആക്ച്വലി തുറന്നാൽ മാത്രമേ, അത് യഥാർത്ഥമായി തുറന്നാൽ മാത്രമേ അപ്പാ അങ്ങേ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതും, ഞാൻ പലപ്പോഴും ഈ ലോകത്തിൽ ഭയപ്പെടുന്നതും ഇല്ലായ്മകൾ കണ്ടും പ്രയാസങ്ങൾ കണ്ടും എൻ്റെ കൂടെ ആരുമില്ലെന്നും വിചാരിച്ചിരിക്കുന്ന മേഖലകളിൽ ധൈര്യത്തോടെ അവരുടെ കൂടെ ഉള്ളവരിൽ കാട്ടിലധികമായി നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറയാനുള്ള ധൈര്യം. അപ്പം എൻ്റെ ഹൃദയത്തിലെ കണ്ണുകൾ തുറന്നാൽ മാത്രമേ എനിക്കത് സാധിക്കുള്ളൂ എന്ന് ഒന്ന് ഹൃദയം തുറന്നൊന്ന് പറഞ്ഞാട്ടെ. അപ്പം ഹല്ലേലൂയ റഖമ ശാന്തി ലിബാറഗടഗതി ലോഖോനിയാബ ലഖാനഗടഗതി ആലബ ലബ ശംതേ റിഖമാനഗടഗതി ആലബ. ചില പ്രൊവിഷൻസ് കാണാത്തത് നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ അടഞ്ഞു കിടക്കുന്നത് കൊണ്ടാണ്. ചില ഇരുട്ടിലേക്ക് ശത്രു നമ്മളെ നയിക്കാൻ, ആ ഇരുട്ട് മാത്രം കാണണമെന്ന് ശത്രു ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ചില മേഖലകൾ നമുക്ക് കാണാൻ കഴിയാത്തത്. പക്ഷേ ഈ കാലങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്നത് നിന്റെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ ഒന്ന് തുറക്കണേ. ഓപ്പൺ ദി ഐസ് ഓഫ് മൈ ഹാർട്ട്. ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ, ഓപ്പൺ ദി ഐസ് ഓഫ് മൈ ഹാർട്ട് ലോർഡ്. അപ്പം എനിക്ക് അങ്ങേ കാണണം, എനിക്ക് അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കണം. അങ്ങ് എന്താണോ എൻ്റെ ജീവിതത്തിൽ നൽകുന്ന ആ പ്രസൻസ്, ആ പവർ എനിക്കൊന്ന് അനുഭവിക്കണം. ആ പവർ എനിക്കൊന്ന് കർത്താവേ അതിലൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് അപ്പം എന്നെപ്പറ്റി എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ ആകണമെങ്കിൽ ആ മിഷനിലേക്ക്, അപ്പം എവിടേക്കാണോ അയക്കുന്നത് ആ കമ്മീഷനിലേക്ക് എനിക്ക് പോകണമെങ്കിൽ അപ്പം യഥാർത്ഥമായി എൻ്റെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ ഒന്ന് തുറക്കണേ അപ്പം. അപ്പം ഏതേലും മേഖലകളിൽ എൻ്റെ പാപം കാരണം, അശുദ്ധി കാരണം അപ്പം കർത്താവേ എൻ്റെ കണ്ണുകൾ അപ്പം അത് അടഞ്ഞിരിപ്പുണ്ടെങ്കിൽ, അപ്പം അത് കർത്താവേ യഥാർത്ഥമായത് കാണാതെ അടഞ്ഞിരിക്കുന്ന മേഖലകളുണ്ടെങ്കിൽ അപ്പം ഈ നിമിഷം എൻ്റെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ ഒന്ന് തുറക്കണേ അപ്പം. കർത്താവ് ഞങ്ങളുടെ സഭയുടെ ഹൃദയത്തിൻ്റെ കണ്ണ് ഒന്ന് തുറക്കണേ അപ്പം. കർത്താവ് ഞങ്ങൾ കാണേണ്ടതുപോലെ കാണുവാൻ, അപ്പം കർത്താവ് ഫിസിക്കലി ഞങ്ങൾ കാണുന്നതല്ലപ്പാ, സ്പിരിച്വലി ചില മേഖലകൾ കാണുവാൻ, അപ്പം ചില സൈന്യം ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കുവാൻ. ഹല്ലേലൂയ യേശുവിൻ്റെ നാമത്തിൽ. അപ്പം അതിനായി ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ ഒന്ന് തുറക്കണേ അപ്പം. കർത്താവ് ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാവരുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ അപ്പം ഞങ്ങൾ തന്നെ ഞങ്ങളെ ഒന്ന് ശോധന ചെയ്ത് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ ആക്ച്വലി തുറന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കി. അപ്പം ഞങ്ങൾ എവിടെയെങ്കിലും ഇരുട്ടിലേക്ക് ഞങ്ങളുടെ കണ്ണുകൾ പോയിട്ടുണ്ടെങ്കിൽ, അശുദ്ധിയിലേക്ക് ഞങ്ങളുടെ കണ്ണുകളെ പോയിട്ടുണ്ടെങ്കിൽ അപ്പം കർത്താവ് ഞങ്ങളോട് ക്ഷമിക്കണേ അപ്പം. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ യഥാർത്ഥമായി തുറന്ന് എൻ്റെ അപ്പം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന അത്ഭുതങ്ങളെ കാണുവാൻ. അപ്പം ഈ 21 ദിവസത്തിന് ശേഷം അപ്പം ഞങ്ങൾ കാണുന്നത് ഫിസിക്കലി ചില കാര്യങ്ങളല്ലപ്പാ, സ്പിരിച്വലി ചില കാര്യങ്ങൾ ഞങ്ങൾ കാണാൻ പോകാപ്പാ. കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിച്ചതും അപ്പാ, കർത്താവ് ഞങ്ങൾ ഉപവസിച്ചതിൻ്റെയും കർത്താവെ ചില മറുപടികളപ്പാ, ഫിസിക്കലി ഞങ്ങൾ കാണുന്നതിന് ഉപരിയായപ്പാ സ്പിരിച്വലി ചില കാര്യങ്ങൾ ഞങ്ങൾ കാണാൻ പോകാപ്പാ. അപ്പം ചില വിഷൻസ് അപ്പം ചില മേഖലകളിലപ്പാ കർത്താവെ ഞങ്ങളുടെ ഫിസിക്കൽ ഐസ് അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ മേഖലകളും ഓ റിഖമാന വശം ധേരിബാലഘടഗതിയാലവ ലഭം ധുരിഖമാനഘടഗതിയാലവ ലഖമാനഘടഗതിയാലവ ശം ധേരിഖമാനഘടഗതിയാലവ ലോഖോരോ ധുരിയ ബശം ധേരിബാലഘടഗതിയാലവ ലോഖോനിയ ബലബ റശഖാനഘടഗതിയാലവ ലഖമാനഘടഗതിയാലവ ശഖാനഘടഗതിയാപ. ചില മിഷൻസിലേക്ക് ഞങ്ങൾ അയക്കുന്ന മേഖലകളിലപ്പ അത് യഥാർത്ഥമായി കാണുവാൻ ഞങ്ങളുടെ ഹൃദയത്തിലെ കണ്ണുകളെ ഒന്ന് തുറക്കണേ അപ്പ. കർത്താവേ ഹല്ലേലൂയ 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 ലബ ശഖമാനഘടഗതിയാലവ ദുരബാലഘടഗതിയാലവ ശം ധേരിഖമാനഘടഗതിയാലവ. യൗവന പ്രായത്തിലുള്ള എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ അപ്പ. ഈ ലോകത്തിലുള്ള ഇരുട്ട് കാണാനല്ല ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ കണ്ണുകൾ തുറക്കേണ്ടത്. അപ്പം യഥാർത്ഥമായ വെളിച്ചം കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ ഒന്ന് തുറക്കണേ. ഒന്ന് പ്രാർത്ഥിച്ചാടി യൗവനക്കാരെല്ലാവരും അപ്പം ഞങ്ങളുടെ ഹൃദയ കുഞ്ഞുങ്ങളും യൗവനക്കാരും ഒരുപോലെ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. അപ്പം ഈ ലോകത്തിന് ഇരുട്ട് അപ്പം ഞങ്ങളുടെ കണ്ണുകളെ പലപ്പോഴും മൂടി അപ്പം ഞങ്ങൾക്ക് കാണേണ്ടതായ മേഖലകൾ കാണാതെ ഇരുട്ടിലേക്ക് നയിക്കുന്ന എല്ലാ മേഖലകളും അപ്പം ഹല്ലേലൂയ Hallelujah, 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 hallelujah. Laba sham theri khamana gadagadi alaba. Nurabala basham theri khamana gadagadi alaba.
ലേഖാമാന ഘടഗതിയാലബ ശംധു റിഖാമാന ഘടഗതിയാലബ ഓ റിഖാമാനബ ശംധു റിഖാബാല റഖാന ഘടഗതിയാലബ ദുരഭശംധുരിഖാമാനഘടഗതിയ. ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്ന ചില മേഖലകളിലേക്ക് നയിക്കാതെ വണ്ണം നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ അടച്ചു വെച്ചിരിക്കുന്ന എല്ലാ മേഖലകളും ഒന്ന് തകർന്ന് ഈ നിമിഷം കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. അപ്പാ കർത്താവേ, ഹൃദയത്തിൻ്റെ കണ്ണുകൾ, എൻ്റെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ ഒന്ന് തുറക്കണേ അപ്പാ കർത്താവേ. ഹല്ലേലൂയ. ലബശംധേ റിഖാമാനഘടഗതിയാലബ ദുരഭശംധാ ലഖാനഘടഗതിയാലബ ലഖാമാനഘടഗതിയാലബ ശംധുരിഖാമാനഘടഗതിയ. ഹൃദയത്തിൻ്റെ കണ്ണുകൾ തുറന്നാൽ മാത്രമേ ചില മേഖലകളിൽ വിറ്റ്നസ് ആകാൻ കഴിയത്തുള്ളൂ. കർത്താവിന് വേണ്ടി ചില വിറ്റ്നസ്സുകളെ കർത്താവിന് വേണമെങ്കിൽ ഈ സഭയിൽ നിന്ന് ചിലരുടെ ഹൃദയങ്ങളെ കണ്ണ് തുറന്ന് ആ ഹൃദയത്തിൻ്റെ കണ്ണ് തുറന്ന് കർത്താവിൻ്റെ പവറിനെ ആക്ച്വലി മനസ്സിലാക്കണം, കർത്താവിൻ്റെ ശക്തിയെ ആക്ച്വലി മനസ്സിലാക്കി അപ്പോൾ ഹല്ലേലൂയ വിറ്റ്നസ്സായി മാറുവാൻ. ലാഭശംധേ റിഖാമാനഘടഗതിയാലബ ദുരഭശംധുരിഖാമാനഘടഗതിയാലബ ലാഭശംധുരിഖാമാനഘടഗതിയാലബ ലേഖാഭശംധേ റിബാലഘടഗതിയാലബ. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 1:8 പറയുന്നത് പോലെ ഒന്ന് വായിക്കാവോ? 1:8 ഒന്ന് വായിച്ചാട്ടെ. സാക്ഷികളാകണമെങ്കിൽ നമ്മൾ ചിലത് കണ്ടാൽ മാത്രമേ സാക്ഷികളാകാൻ പറ്റത്തുള്ളൂ. സാക്ഷികളാകണമെന്നാണ് ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ യഥാർത്ഥമായി നമ്മുടെ കണ്ണ് തുറന്നാലേ കഴിയത്തുള്ളൂ. നമുക്കറിയാം, നമ്മളെ ദൈവം വിളിച്ചിട്ടുള്ളത് ശരിയാണ്, നമ്മളുടെ ലോകപരമായ പല കാര്യങ്ങളുണ്ടെങ്കിലും ഇവൻച്വലി ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്ന മേഖല ഇതാണ്, ഈ ഒരു മിഷൻ മേഖലകൾക്ക്. ഹല്ലേലൂയ. ഞാനിങ്ങനെ പോകണമെന്ന് ആഗ്രഹിച്ചതല്ല, പക്ഷേ അപ്പോസ്തലപ്രവൃത്തി 1:8 നമ്മൾ പറഞ്ഞതുപോലെ നമുക്കറിയാം ഈ മിഷൻ മേഖല നമുക്ക് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ കർത്താവേ, എൻ്റെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ യഥാർത്ഥമായി ഒന്ന് തുറന്ന് അപ്പോൾ ആ ഒരു വിറ്റ്നസ്സാക്കി എന്നെ മാറ്റണമേ എന്ന് നമ്മളായിരിക്കുന്ന മേഖലകൾ എവിടെയാണെങ്കിലും യഥാർത്ഥമായി നമ്മളുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ തുറന്നിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിൻ്റെ ഇരുട്ടിന് പിന്നെ നമ്മളെ ജയിക്കാൻ കഴിയുകയില്ല. കാരണം നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ ഓൾറെഡി തുറന്നു. സ്പിരിച്വലി നമ്മളുടെ കണ്ണ് തുറന്നിട്ടുണ്ടെങ്കിൽ ഇരുട്ടിന് പിന്നെ നമ്മളെ ജയിക്കാൻ കഴിയുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലാഭശംധേ റിഖാമാനഘടഗതിയാലബ ലാഭശഖാമാനഘടഗതിയാലബ ദുരഭശംധേ റിഖാബാലഘടഗതിയാലബ ലോഖോരിയാമാനഘടഗതിയാലബ ശംധേ റിഖാബാലഘടഗതിയാലബ ലോഖോനിയാബശഥലബ റഖാമാനഘടഗതിയാലബ ലോഖോരിയാമാനഘടഗതിയാലബ ശംധേ റിഖാമാനഘടഗതിയാലബ ലോഖോരിയാമാനഘടഗതിയാലബ ശഥലഖാമാനഘടഗതി ദുരഭശഖാമിയാലഘടഗതിയാലബ ദുരഭശഖാമാനഘടഗതിയാലബ റൗഖോനിയാബലബ ലാഭശഥലബ റഖാനിയാലഘടഗതിയാലബ ദുരഭശംധുരിഖാമാനഘടഗതിയാലബ ലേഖാബാല റഥനബ ശഥലബ ദുരഭശഖാമാനഘടഗതിയാലബ ദുരവാലിഖാമാനഘടഗതിയാലബ ശംധേ റിഖാബാല റഖാനഘടഗതിയാല. അപ്പം യഥാർത്ഥമായി ഞങ്ങളുടെ കണ്ണുകളെ ഒന്ന് തുറക്കണേ അപ്പാ. ഹല്ലേലൂയ. ഞങ്ങളുടെ യൗവനക്കാരുടെ കണ്ണുകളെ യഥാർത്ഥമായി ഒന്ന് തുറക്കണേ അപ്പാ. കർത്താവെ, കാണേണ്ട മേഖലയിൽ കാണുവാൻ തക്ക രീതിയിൽ അപ്പാ ഞങ്ങളുടെ സ്പിരിച്വൽ ഐസിനെ ഒന്ന് തുറക്കണേ അപ്പാ. കർത്താവെ അപ്പാ, ചിലപ്പോൾ അപ്പാ കർത്താവെ അത് മാറി അങ്ങയുടെ കൂടെ ഇരുന്ന് ഫിസിക്കലി മറ്റൊന്നും കാണാത്ത മേഖലകളിലാണെങ്കിലും പൗലോസിനെ പോലെ ചില 3 ദിവസങ്ങളിൽ ഒരു ഇരുട്ട് മാത്രമാണ് ഫിസിക്കലി കാണുന്നെങ്കിലും സ്പിരിച്വലി ചില ഹൃദയങ്ങളുടെ കണ്ണുകളെ തുറന്ന് ചില വിഷൻസ് കാണുവാൻ വേണ്ടി അപ്പാ, ചില മേഖലകളെ കാണുവാൻ വേണ്ടി അപ്പാ, ഇതുവരെയും കാണാത്ത മേഖലകളെ കാണുവാൻ വേണ്ടി ഹല്ലേലൂയ ഞങ്ങളുടെ സഭയെ അതിനുവേണ്ടി ഒരുക്കുമാറാകണേ അപ്പാ. കർത്താവ്, ഇതുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത ചില പവർ അനുഭവിക്കുവാൻ വേണ്ടി, ദൈവിക സാന്നിധ്യം അനുഭവിക്കുവാൻ വേണ്ടി അപ്പാ യേശുവിൻ്റെ നാമത്തിൽ അപ്പാ ഞങ്ങളുടെ സഭയിലെ കർത്താവ് എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ കണ്ണുകളെ ഒരുപോലെ അങ്ങ് തുറക്കുമാറാകണേ അപ്പാ. കർത്താവ്, യേശുവിൻ്റെ നാമത്തിൽ അപ്പാ ഞങ്ങൾ അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ മേഖലകളെയും ഞങ്ങൾ തന്നെ മനസ്സിലാക്കി അപ്പാ അതിൽ നിന്ന് പുറത്തു വരുവാൻ അപ്പാ ഞങ്ങൾ മേൽ അങ്ങ് നൽകിയിരിക്കുന്ന വിഷൻസ് അപ്പാ കർത്താവെ, ആ മിഷൻസ് അപ്പാ കർത്താവെ അതിലേക്ക് നയിക്കപ്പെടുവാൻ അപ്പാ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ ഒന്ന് തുറക്കണേ അപ്പാ.
കർത്താവെ പ്രായ വ്യത്യാസമില്ലാതെ അപ്പ ഏറ്റവും ചെറിയ കുഞ്ഞിന്റെ കർത്താവെ ഹൃദയത്തിലെ കണ്ണുപോലും അപ്പ തുറക്കാൻ കഴിയുന്ന ദൈവം. ഹല്ലേലൂയ. അപ്പ ചില അത്ഭുതങ്ങൾ കാണുവാൻ, ചില അടയാളങ്ങൾ കാണുവാൻ, ചില വീര്യപ്രവർത്തികൾ കാണുവാൻ അപ്പ ഞങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണുകളെ ഒന്ന് തുറക്കണേ അപ്പ. ലാബ ശതല റഖമാനഗടഗദിയാലബ ദുരവ ശംധേരി കാമാനഗടഗദിയാലബ ദുരവ ശതല റഖമാനഗടഗദിയാലബ ദുരവ ലഗടഗദിയാലബ ശംധേലി കാമാനഗടഗദിയാലബ. യഥാർത്ഥമായി കണ്ണു തുറന്നാൽ പിന്നെ ലോകപരമായ പ്രയാസത്തിലോ ലോകത്തിൽ നടക്കുന്നതായ മറ്റ് കാര്യങ്ങളിലോ പിന്നെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കർത്താവ് നമ്മളോട് പറയുന്നത് നീ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ കരച്ചിൽ കാണുന്ന ഒരു ദൈവമുണ്ട്. നീ ഭയപ്പെടേണ്ട. നിന്റെ കണ്ണ് തുറന്നൊന്ന് നീ നോക്കിയാൽ മതി. നീ എന്തിനു വേണ്ടിയാണോ നോക്കുന്നത്, നീ എന്തിനു വേണ്ടിയാണോ ആഗ്രഹിക്കുന്നത്, ലബശംതെ, നീ എന്തിനു വേണ്ടിയാണോ ദാഹിക്കുന്നത്, ആ മേഖലകൾ തുറന്നു വെച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട്. പക്ഷെ നീ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. നിന്റെ കണ്ണൊന്ന് തുറന്ന് ആ മേഖലയൊന്ന് കണ്ടാട്ടെ, വിശ്വാസത്തോടെ ആ മേഖലയൊന്ന് കണ്ടാട്ടെ. അത് കാണാതെ വേണം. അവിശ്വാസത്തിന്റെ ഇരുട്ട് മൂലം നമ്മുടെ കണ്ണ് ഏതേലും മേഖലകൾ അടഞ്ഞിരിപ്പുണ്ടെങ്കിൽ അപ്പ ആ വിശ്വാസത്തെ എന്നിൽ നിന്നൊന്നും മാറ്റി എന്റെ കണ്ണൊന്ന് തുറക്കണേ അപ്പ. അപ്പൊ ഈ 21 ദിവസത്തിന് ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശേഷം അപ്പ ഞങ്ങളുടെ സഭയിലെ എല്ലാവരുടെയും കണ്ണ് ഒരുപോലെ അപ്പ അവരുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറക്കപ്പെട്ട് അപ്പ പിന്നെ കാണുന്നത് അപ്പ ഈ ലോകത്തിന്റെ അപ്പ പ്രയാസങ്ങളോ ഭാരങ്ങളോ അപ്പ കർത്താവേ പ്രൊവിഷൻ ഇല്ലാത്തതോ അല്ല. സ്പിരിച്വലി ചില പ്രൊവിഷൻസ് ഞങ്ങൾ കാണും. ഹല്ലേലൂയ. സ്പിരിച്വലി അപ്പ ഞങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന ചില വഴികൾ ഞങ്ങൾ കാണും. ഹല്ലേലൂയ. ലബ ശതലബ ലോഖോറിയ മനഗടഗദിയാലബ ലോഖോറിഥിനി ബശതല. ഫിസിക്കലി അത് കണ്ടില്ല എന്ന് വരികിലും, ഫിസിക്കലി അത് തുറന്നു വന്നിട്ടില്ല എന്ന് വരികിലും, ലബ ശതല ഫിസിക്കലി അത് കാണുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞാലും സ്പിരിച്വലി ചില മേഖലകളെ ഓ ലിഖമന ധിയാല ബശാന്തല ദുരബ ലിഖമന ഗടഗദിയാല ബശാന്തേ ലോഖോറിയ മനഗടഗദിയാല ബശതല ദുരബ ലിഖമന ഗടഗദിയാലബ ലോഖോനിയ ബശതല ധരഗടഗദിയാല ബശംധുരി കമന ഗടഗദിയാലബ ലബ ശഖന ഗടഗദിയാലബ ഓറി കമന ഗടഗദിയാലബ ഓറി കമ ശതലബ റിഖമന ഗടഗദിയ. അപ്പ അങ്ങയുടെ സന്നിധിയിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്ന അപ്പ സഭയായ കർത്താവേ ഓറി കമന ഗടഗദിയാലബ ഓറി കമ ശതല റിഖമന ഗടഗദിയാലബ ലെഖമന ഗടഗദിയാലബ. സഭയുടെ കണ്ണ് തുറക്കുമ്പോൾ ഇതുവരെ കാണാത്ത ചില മേഖലകൾ, ഹല്ലേലൂയ, ഇതുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത ചില മേഖലകൾ, ഇതുവരെയും കാണാത്ത ചില മേഖലകൾ നമ്മൾ കാണാൻ പോവുകയാണ്. ലഖബ ശംധേരി കമന ഗടഗദിയാലബ യേശുവിന്റെ നാമത്തിൽ അപ്പ ഞങ്ങൾ ഒരുപോലെ ഞങ്ങളെ തന്നെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. അപ്പ കർത്താവേ ഈ വചനത്തെ അപ്പ ഒന്നുകൂടി മെഡിറ്റേറ്റ് ചെയ്തപ്പ കർത്താവേ ഓരോ മേഖലകളും മനസ്സിലാക്കി അപ്പ എവിടെയാണോ യഥാർത്ഥമായി ഞങ്ങളുടെ കണ്ണുകൾ അടഞ്ഞു പോയതെന്ന് ഞങ്ങളെ തന്നെ ഒന്ന് മനസ്സിലാക്കി അപ്പ അതിൽ നിന്ന് മാറി അപ്പ ഞങ്ങളുടെ കർത്താവേ ഹൃദയത്തിന്റെ കണ്ണുകളെ ഒന്ന് തുറക്കണേ അപ്പ. കർത്താവേ ഈ ദിവസങ്ങളിൽ അതിനായി മാറിയിരിപ്പാൻ കർത്താവേ ദൈവിക ശക്തിയെ അപ്പ കാണുവാൻ വേണ്ടി അപ്പ പ്രൊവിഷൻസ് കാണുവാൻ വേണ്ടി ഹല്ലേലൂയ ലബ ശാന്ത ലിഖമന ഗടഗദിയാലബ ലോഖോറി കമന ഗടഗദിയാലബ. യേശുവിന്റെ നാമത്തിൽ അപ്പ കർത്താവേ അതിനായി ഞങ്ങളുടെ സഭയെ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. അപ്പ ഞങ്ങളുടെ കണ്ണ് തുറക്കപ്പെട്ടാൽ അപ്പ ചിലരുടെ കണ്ണ് കൂടെ തുറക്കാൻ ഞങ്ങളെ അങ്ങ് ബലപ്പെടുത്തുമാറാകണേ അപ്പ. ആ ഒരു ശക്തി, ആത്മീക ശക്തി ഞങ്ങൾ മേൽ പകരുമാറാകണേ കർത്താവേ. അപ്പ കർത്താവേ അതിലേക്ക് ഞങ്ങൾ എല്ലാവരും നയിക്കപ്പെടുവാൻ, ഒരുപോലെ നയിക്കപ്പെടുവാൻ അപ്പ ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങൾ മേൽ പകരുമാറാകണേ അപ്പ. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ യഥാർത്ഥമായി തുറന്ന് അപ്പ കർത്താവേ യേശു അപ്പ അങ്ങയുടെ സന്നിധിയിൽ അപ്പ കർത്താവേ ഞങ്ങളെ തന്നെ താഴ്ത്തി അപ്പ കർത്താവേ എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞ് അപ്പ ഇരുട്ടിൻ്റെ എല്ലാ മേഖലകളിലും ഞങ്ങൾ വസിക്കുന്നതായ എല്ലാ മേഖലകളും മാറി അപ്പ വെളിച്ചത്തിൻ്റെ മേഖലകൾ അപ്പ കർത്താവേ അപ്പ അത് ജയം നേടുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നപ്പ കർത്താവ് ഈ വചനം കേട്ടതായി ഞങ്ങൾ ഓരോരുത്തരും മേലും അടിയന് മേലും കർത്താവേ അപ്പ ഞങ്ങളുടെ ഹൃദയത്തെ യഥാർത്ഥമായി തുറക്കുവാൻ, ഞങ്ങളുടെ കണ്ണുകളെ യഥാർത്ഥമായി തുറക്കുവാനുള്ള കൃപ ഞങ്ങൾ മേൽ പകരുമാറാകണേ അപ്പ. അങ്ങയുടെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. സഭയെ അങ്ങയുടെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നപ്പ പ്രാർത്ഥന യേശുവപ്പ കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.